അപ്പം എന്താ ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ്, ആദ്യത്തെ പോഡ്കാസ്റ്റ് ഈ ചാനലിന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് നമ്മൾ എടുക്കാം. അതെ. അപ്പം നമ്മളൊരു വെറൈറ്റി ടോപ്പിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും കോമൺ ആയ ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. റിലേറ്റബിൾ. അതെ, റിലേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്ക്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നുമല്ല, ഗെയിമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഗെയിമിംഗ്, അതായത് നമ്മുടെ ഗെയിമിംഗ്, ഞങ്ങളുടെ ഗെയിമിങ്ങും ഞങ്ങൾ കടന്നു വന്ന വഴികളും കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ. അതെ, ഗെയിമിംഗ് മാത്രം. അതെ. അത് ഇന്നതൊന്നുമില്ല. ഫോണ്, ലാപ്പ്, മറ്റേ പഴയ ആ പസിൽ സംഭവങ്ങളുണ്ടല്ലോ, അത് ഉൾപ്പെടെ അതുൾപ്പെടെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പം ഒത്തിരി ഒന്നും കാണത്തില്ല വീഡിയോ, പക്ഷെ നമുക്ക് പറയാൻ പറ്റും അത്ര നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ ആദ്യം എപ്പിക്ക് തന്നെ തുടങ്ങി. ഞാൻ തുടങ്ങാം. എപ്പിക്ക് എന്ന് പറഞ്ഞാൽ എപ്പിക്കിന്റെ ശരിക്കുള്ള പേര് അനൂപ് എന്നാണ്. ഞാൻ ഗെയിമിലെ പേരാണ്. ഞാൻ ശരണ എന്നാണ് വിളിക്കുന്നത്. കാരണം അവനെ ഈ സമയത്ത് എൽ മാഗ്നിഫിക്കോ എന്നൊരു പേരായിട്ടത്. എനിക്കത് കാരണം അത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റൂല, വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിളിക്കാറുള്ളൂ. അതെ, ശരൺ എന്നാണ് വിളിച്ചത്. പിന്നെ ഇവൻ എപ്പിക്കാണ് വിളിക്കുന്നത് മിക്ക ടൈമിലും അല്ല, ഇപ്പോഴും അത് തന്നെ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പേര് എൻ്റെ ഒരു പാർട്ടായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് പേരിൻ്റെ ചരിത്രം. പിന്നെ ഗെയിമിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഒട്ടുമിക്ക എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത് ഫോൺ ഗെയിമിലായിരിക്കും. കുഞ്ഞ് ഫോൺ ഗെയിമിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമെല്ലാം പറയുന്നത് നമ്മുടെ സമയത്തെ കാര്യമാണ്. സ്വിച്ച് ഫോൺ, അതായത് നോക്കിയയുടെ മറ്റേ പണ്ടത്തെ ഫോണിലായിരിക്കും. നോക്കിയായിരുന്നു നമ്മുടെ അന്നത്തെ പ്ലേ സ്റ്റേഷനും, അല്ലേ? പ്ലേ സ്റ്റേഷനും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം നോക്കിയ. ഗെയിമിന്റെ ഒരു അനുഭവം നമ്മൾ ആദ്യമായിട്ട് കിട്ടിയത് ഈ ഫോണിലൂടെ. ഫോണിൽ നിന്ന് തന്നെ. അതെ. പിന്നെ കളിച്ചു തുടങ്ങിയ ഗെയിംസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അന്ന് ഷൂട്ടിംഗ് ഗെയിംസ്, കാർ ഗെയിംസ്, അത്രയും കുഞ്ഞ് ഗ്രാഫിക്സ് ആയിരിക്കും. അതായത് ഇത്രയും കുഞ്ഞ് സ്ക്രീനിൽ നമ്മൾ അത്രയും ഗ്രാഫിക്സോടെ നമുക്ക് അത്രയും ആകാംക്ഷ ചിന്തിക്കുന്നില്ല. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അതെ. അപ്പം അന്ന് കളിച്ച ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഹമ്മർ ജമ്പ്, സ്പ്ലിൻഡർ സെൽ, അസാസിൻ ക്രീഡ്, ഇങ്ങനത്തെ ഓരോ ഗെയിംസുകളാണ് അന്ന് കളിച്ചത്. അന്ന് നമ്മളൊന്നും ചിന്തിക്കരുത്, നമുക്ക് കിട്ടുന്ന സമയം, അതായത് അന്ന് സ്വന്തമായിട്ട് ഫോണില്ല. ചേട്ടൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അങ്ങനത്തെ ഫോണിലായിരിക്കും നമ്മൾ 120-നൊക്കെ 60-നൊക്കെ റീചാർജ് ചെയ്യുമല്ലോ. അത് ചെയ്തിട്ട് അത് ഒരു ഗെയിം ചിലപ്പോൾ ഒരു MB താഴെയൊക്കെ ഉള്ളായിരിക്കും ചില ഗെയിമൊക്കെ. KB ഉള്ളൂ. അത് നമ്മൾ മറ്റേ www. അങ്ങനെയുള്ള സൈറ്റിലൊക്കെ കയറി നമ്മൾ ആ ഗെയിം ഡൗൺലോഡ് ചെയ്ത്, അത് ചിലപ്പോൾ ചിലത് വർക്കാകത്തില്ല, ചിലത് വൈറസ് പോലെ കാണിച്ച് എറർ കാണിക്കും, ഓപ്പൺ ആവത്തില്ല. അപ്പം അങ്ങനെ കുറേ ഇങ്ങനെ തപ്പും, പേജ് പോയി തപ്പി അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഗെയിമാണ് സ്പ്ലിൻഡർ സെൽ എന്ന ഗെയിം. ഷൂട്ടിംഗ് ഗെയിം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിമായിരുന്നു. കാരണം കുറേ ലെവലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ കോൺട്ര ഒക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ കോൺട്ര, ആ ടൈപ്പ് ഗെയിമാണ്. അത് കുറേ ലെവലുണ്ട്, അത് കളിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ ഹമ്മർ ജമ്പിനകത്ത് പറയുവാണെങ്കിൽ ഫസ്റ്റ് കളിച്ചൊരു റേസിംഗ് ഗെയിം എന്നാണ് എനിക്ക് പറയാം. ഞാൻ റേസിംഗ് ആയിട്ടുള്ള കളിച്ച ഒരു ഫസ്റ്റ് ഗെയിമാണ് ഹമ്മർ ജമ്പ്. പിന്നെ കളിച്ചത് അസാസിൻ ക്രീഡ് ഫൈറ്റ്, അങ്ങനെ ഒരു എന്താ പറയണ്ടേ, ആക്ഷൻ ഗെയിം പോലെ കളിച്ചത് അസാസിൻ ക്രീഡ്. പിന്നെ ഫോൺ ഗെയിംസിൽ കുറേ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ എണ്ണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എന്താ അറിയത്തില്ല. പിന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നു, ചിലത് ഇഷ്ടപ്പെടുന്നില്ല, ഡിലീറ്റ് ചെയ്ത് കളയുന്നു, പിന്നെയും കളിക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇത് തന്നെ പരിപാടി. നിന്റെ കാര്യത്തിലോ? ഞാനും ഇതുപോലെ ഫോണിൽ തന്നെ തുടങ്ങിയത്. പാമ്പ് ആപ്പിൾ വിഴുങ്ങുന്ന ഗെയിം, അതാണ് ആദ്യം കളിച്ചത്. അതിൽ പ്രോ ആയിരുന്നു. പിന്നെ അത് മാറിയിട്ട് വീട്ടിലൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു ആദ്യമായിട്ട്. നേരത്തെ കമ്പ്യൂട്ടറിൽ കളിച്ചിട്ടൊക്കെ ഉണ്ട്, സ്കൂളിലാണ്. ഇത്ര അരമണിക്കൂർ അങ്ങനെ കിട്ടത്തുള്ളല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലാദ്യം വിൻഡോസ് XPയുടെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, പെട്ടി മോണിറ്ററൊക്കെ ആയിട്ടുള്ള. 2007-8 കാലഘട്ടം ആണ് നമ്മൾ ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത്, സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ ഗെയിം കളിക്കും. ഇനി എത്ര വേണം കളിക്കാം. അതെ. അങ്ങനെ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തവർ തന്നെ റോഡ് റാഷ് നമുക്ക് കയറ്റും. റോഡ് റാഷ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗെയിം എന്ന് പറഞ്ഞാൽ, ഞാനും ചേട്ടനുണ്ടായിരുന്നത് കളിക്കും. മൾട്ടിപ്ലെയർ വിത്ത് സിംഗിൾ കീബോർഡ്. അന്ന് നമ്മൾ ആദ്യമായിട്ട് മൾട്ടിപ്ലെയർ കളിച്ചു തുടങ്ങുന്ന മൾട്ടിപ്ലെയർ എന്ന് പറയാൻ പറ്റത്തില്ല, മൾട്ടിപ്ലെയർ. അത് ഞാൻ ഇതുപോലെ എതിരെ വരുന്ന നമ്മുടെ സൈഡിൽ പോകുന്ന ആൾക്കാരെ ചവിട്ടുകയും തൊഴിക്കുകയും പരിപാടിയാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത്. ചേട്ടൻ വണ്ടി ഓടിക്കുക. നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തങ്ങ് ചെയ്യുക. റോഡ് റാഷ് നല്ലൊരു ഗെയിമായിരുന്നു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്ത ഗെയിമാണ് വീക്ക് ഓഫ് 2 എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് ഗെയിമാണ്. പല ലെവലുകളുണ്ട്. ഓരോ തീവ്രവാദികളെ വെടിവെക്കുക, ആൾക്കാരെ രക്ഷിക്കുക, ഇത് തന്നെ പരിപാടി. കോൺട്ര പോലെ തന്നെ. കോൺട്ര എന്ന് പറയാൻ ഒരു തീം,
വെടിവെപ്പ് വെടിവെപ്പ് ഷൂട്ടിംഗ് ആണ് തന്നെ, തീം. shooting. അതേ ഉള്ളൂ. പോലീസാണ് നമ്മൾ ഓക്കെ. മര വെടിവെക്കുക, അത് തന്നെ. പിന്നെ ആദ്യമായിട്ട് കളിച്ച ഒരു റേസിംഗ് ഗെയിം എന്ന് പറഞ്ഞത് മിഡ് ടൗൺ മാഡ്നസ് എന്ന് പറഞ്ഞ ഗെയിം. Okay. മിഡ് ടൗൺ മാഡ്നസ് അതും കൊള്ളാം. നമ്മൾ അതിനെ പണ്ട് ഗ്രാഫിക്സിനെ പറ്റി ചിന്തയൊന്നുമില്ല. പക്ഷെ അന്ന് നമുക്കൊരു നല്ലൊരു GTA 5 ഒക്കെ ആയിരുന്നു അത്. പിന്നെ റേസിംഗ് ഗെയിം അതായിരുന്നു തുടക്കം. പിന്നെ NFS വന്നു, മോസ്റ്റ് വാണ്ടഡ്. അതൊരു തകർപ്പൻ കളിയായിരുന്നു. അന്നത്തെ ഒരു അത് ഈ പറഞ്ഞ പോലെ ബോറടിക്കുന്നില്ല. കാർ ഇങ്ങനെ ഓടിക്കുക, മോഡിഫൈ ചെയ്യുക, റേസിംഗ്, പോലീസിനെ പറ്റിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. 100 പോലീസ് വരും അവിടുന്ന് വിടുന്നു, അതിനെ രക്ഷപ്പെടുക, അതിന്റെ. പിന്നാണ് ഈ കളികളുടെ ഗെയിമിന്റെ ഒക്കെ ലെവല് മാറി വൈസ് സിറ്റിയുടെ വരവ്. അന്ന് നമ്മൾ ഒരു CD-ക്കകത്ത് റൈറ്റ് ചെയ്തോണ്ട് വന്ന ഒരു കംപ്രസ് ചെയ്ത വൈസ് സിറ്റി. അതാകപ്പാടെ എനിക്ക് തോന്നുന്നു 500 MB എന്തോ ഉള്ളായിരുന്നു. 500 MB. ഇന്നത്തെ ഫോണിൽ വരുന്ന ഗെയിം ഉണ്ട്. PUBG ഒക്കെ തന്നെ എത്ര GB ഉണ്ട്. അതെ, അതിനകത്ത് ഈ സൗണ്ട് ഇല്ലായിരുന്നു. സൗണ്ട് ഇല്ലാത്തതാണോ നമ്മുടെ സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് അറിയത്തില്ല. വൈസ് സിറ്റിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നത്, വൈസ് സിറ്റിക്ക് സൗണ്ട് ഇല്ല, നമുക്ക് കളിച്ചാൽ മതി. അതെ, നമ്മള് പിന്നാണ് വൈസ് സിറ്റി നമ്മൾ അല്ലാതെ ഡൗൺലോഡ് ചെയ്തപ്പോഴാണ് ഇതിന് സൗണ്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലായത്. തെറിവിളിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് പിന്നാണ് മനസ്സിലായത്. അങ്ങനെ സൗണ്ട് ഇല്ലാതെ നമ്മൾ ഈ മിഷനൊക്കെ തീർത്തിട്ടുണ്ട്. എന്തോ പറയുന്നതൊന്നും അറിയാതെ മാർക്കർ മാത്രം വെച്ച്. പിന്നെ സാൻഡ്രൈസ് അത് കളിച്ചിട്ടുണ്ട്. ലിബർട്ടി സിറ്റി എന്ന് പറഞ്ഞൊരു ഗെയിം. GTA തന്നെ GTA 3 ഉണ്ടായിരുന്നു, അതെല്ലാം കളിച്ചു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ സിസ്റ്റം ഒക്കെ അടിച്ചുപോയി. ഈ ഇടക്കാലത്ത് ഗെയിമൊന്നും ഇല്ലായിരുന്നു, ഈ പരിപാടിയൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം, പിള്ളേരൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ വീട്ടിലൊക്കെ കണ്ടറിഞ്ഞൊക്കെ നമുക്ക് അറിയാം ഗെയിമിനെ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, ഒരു 2012 ആ ഒരു കാലഘട്ടം. ചേട്ടന് ടിവിക്ക് പഠിക്കുന്നത്. അതിനകത്ത് ആദ്യം കയറ്റുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ യൂറോ ട്രക്ക് സിമുലേറ്റർ. അത് ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ കാണുന്ന ഒരു ടോപ്പ് ഗെയിം. വണ്ടി ഓടിക്കുന്ന ഫീല് നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ അത് കുറെ കാലം കളിച്ചു. അത് പിന്നെ മടുപ്പായി, വണ്ടി ഓടിച്ച് ഉറങ്ങി പോവുക നമ്മള്. ഒത്തിരി ലോങ് ഡ്രൈവ്, പക്ഷെ ഓടിക്കാൻ സുഖമാണ്, നമുക്ക് മടുക്കും പെട്ടെന്ന്. ഡ്രൈവിങ് മാത്രമേ ഉള്ളല്ലോ, വേറെ പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ 2013 GTA 5 എന്നൊരു സംഭവം ഇറങ്ങുന്നത്, റിലീസ് ആവും. നമ്മൾ യൂട്യൂബിലൊന്നും ഇല്ല, പക്ഷെ നമുക്ക് കേട്ടറിഞ്ഞ് ഇങ്ങനെ സാധനം ഇറങ്ങിയെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞ് നമുക്കറിയാം. അതായത് ഗെയിം ഇറങ്ങിയ സമയത്ത് ഇത്ര കോപ്പി വിറ്റുപോയി, ആളുകൾ ക്യൂ നിൽക്കുന്ന വാർത്തയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് സംഭവമൊക്കെ. അങ്ങനെ GTA 5 കളിക്കണമെന്നൊരു ആഗ്രഹമായി, നടക്കുന്നില്ല. പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും, ട്രാക്ക് ഒന്നും നമുക്ക് കിട്ടാനില്ല. നമ്മൾ അതിനായിട്ട് പൈസ മുടക്കാൻ നമുക്ക് കളിക്കാനുള്ള സിസ്റ്റം ഇല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷേ ആഗ്രഹമുണ്ട് കളിക്കാൻ. കാരണം അതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്, നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് റിയൽ ലൈഫിൽ നടക്കാത്ത കുറച്ച് കാര്യങ്ങൾ വൈസ് സിറ്റിയുടെ ഓർമ്മയുണ്ടല്ലോ, അതിന്റെ ഒരു വലിയൊരു വെർഷൻ. നമുക്ക് അത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കത്തില്ല, നമുക്കറിയാം. അപ്പം പിന്നെ അങ്ങനെ സപ്രസ് ചെയ്ത് ഇരുന്നിരുന്നു. ഇരുന്നിരുന്ന് പിന്നെ അല്ലറ ചില്ലറ അന്നേരം നമ്മള് ചെറിയ ചെറിയ ഗെയിമൊക്കെ ഫോണിൽ കളിക്കായിരുന്നു, ഈ പാമ്പും അതൊക്കെ തന്നെ. അങ്ങനെ നമ്മള് +2 പഠിക്കുമ്പം ഫോൺ വാങ്ങിക്കും. +2 അല്ല, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ വാങ്ങിച്ചു. അതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്തുവാ സബ്വേ സർഫർ, ടെമ്പിൾ റണ്ണ്, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇന്ന് വലിയ ഗെയിമൊന്നും ഇറങ്ങിയിട്ടില്ല, പറയുന്നത് 2016 കാലഘട്ടം. അതിനകത്ത് എനിക്കൊരു ടാബ് ഉണ്ടായിരുന്നു, അതിനകത്താണ് ഞാൻ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ടാബ് ഉണ്ടായിരുന്നു. ആ ടാബിനകത്താണ് ആദ്യമായിട്ട് ഈ ടെമ്പിൾ റണ്ണൊക്കെ കളിച്ചത്. ഈ ടെമ്പിൾ റണ്ണ്, സബ്വേ സർഫർ സാധനങ്ങളൊക്കെ കളിക്കുന്നത്. പിന്നെ അത് മാറി പിന്നെ ക്ലാഷ് ഓഫ് ക്ലാൻസിന്റെ വരവായി. ആ സമയത്ത് 2017 തോന്നുന്നു ഒരു ട്രെൻഡ് ആയിരുന്നു. ഞാൻ ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് തുടങ്ങി ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്തില്ല, ഗൂഗിൾ പ്ലേ ആയിട്ട് ലിങ്ക് ചെയ്തില്ല. അപ്ഡേറ്റ് വന്നപ്പോൾ ഇതങ്ങ് പോയി. അതൊരു 5 വരെ എന്തോ എത്തിച്ചതായിരുന്നു. പിന്നെ അത് പോയി, അത് പിന്നെ അങ്ങ് പോയി, ആ അക്കൗണ്ടേ പോയി, കിട്ടത്തില്ലല്ലോ, ലിങ്ക് ചെയ്തിട്ടില്ല. പിന്നെ പോയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടെമ്പിൾ റണ്ണും പരിപാടികളും ഒക്കെ തന്നെ ആയി. പിന്നെ എന്തുവാ സ്കോർ ഹീറോ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്, ഫുട്ബോളിന്റെ ടാർഗറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഗോൾ അടിക്കുന്നത്. അതിങ്ങനെ കളിച്ചോണ്ടിരിക്കും. അതിന്റെ ക്രാക്ക് നമുക്ക് അതിന് ഇത്ര നേരം കളിക്കാൻ പറ്റത്തുള്ളൂ. ഇത്ര പ്രാവശ്യം ചാർജ് പോലുണ്ട്, 5 പ്രാവശ്യം എന്തോ ചാർജ്. പിന്നെ റീചാർജ് ചെയ്ത അരമണിക്കൂർ കണ്ട് കഴിഞ്ഞിട്ട് ഉള്ളൂ ഈ 5 എണ്ണം റീചാർജ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് ക്രാക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ലക്കി പാച്ചർ വെച്ചാ ക്രാക്ക് ചെയ്ത്, അറിയാലോ. മറ്റേ വേറെ നമ്മള് വീഡിയോ നോക്കും, അപ്പൊ നമുക്ക് ലക്കി പാച്ചർ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, അതുവരെ നമ്മൾ ആപ്പിനകത്ത് കൊണ്ട് കോപ്പി ചെയ്യണം, അങ്ങനെ സംഭവമൊക്കെ അല്ലേ. ഞാനൊരു അങ്ങനെ ചെയ്തൊരു മെമ്മറി കാർഡ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. കാരണം വൈറസ് ആയിരുന്നു, വൈറസ് കയറി മെമ്മറി കാർഡ് അങ്ങ് പോയി. അച്ഛന്റെ മെമ്മറി കാർഡ് ആയിരുന്നു, അതുകൊണ്ട് കളഞ്ഞു.
അങ്ങനെ ഒരു സാധനം വെച്ച് നമ്മൾ ക്രാക്ക് കളിക്കുക. അത് കളിച്ച് കുറെ ഒക്കെ നേടിയായിരുന്നു. നേടിയെന്ന് സന്തോഷം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു നമ്മള് വീണ്ടും ക്ലാഷ് ഓഫ് ക്ലാൻസ് എടുത്തു. ക്ലാഷ് ഓഫ് ക്ലാൻസ് പ്ലസ് 2 ഒക്കെ ആയപ്പോഴത്തേക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് പിന്നെ എടുത്തു. അത് ഈ ബോറടിച്ച് പിന്നെ അങ്ങ് നിർത്തി. ഡ്രീം ലീഗ് എന്ന് പറഞ്ഞ ഗെയിം പ്ലസ് 2 ആയപ്പോൾ ഈ കമ്പനിയുടെ തന്നെ ഈ സ്കോർ ഹീറോ എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടാക്കിയ കമ്പനിയുടെ തന്നെ ഡ്രീം ലീഗ്. അത് നല്ലൊരു ഗെയിമായിരുന്നു. ഇപ്പോഴത്തെ പെസ്സിന്റെ ലെവലില് പെസ്സിന്റെ അത്രയും ഗ്രാഫിക്സ് ഒന്നും ഇല്ല, പക്ഷെ ഒരു പെസ്സിനോട് കിടപിടിക്കുന്ന ഒരു സാധനമായിരുന്നു. കാരണം അത് കുറച്ച് MB ഉള്ളൂ. GB അതില് നമ്മൾക്ക് എന്താണ് മാക്സിമം സ്വന്തമായിട്ട് ഉണ്ടാക്കി അതില് പ്ലേസിനൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ അത് കളിച്ചു. അതില് പ്രോ ആയിരുന്നു. അതില് എന്തോ കപ്പോ വലിയ ഏറ്റവും വലിയ കപ്പ് അതൊക്കെ അടിച്ച് അതിങ്ങനെ ലെവലിനെ നമ്മൾ തോക്കാതെ പോയി അവസാനം അത് തന്നെ ആ ലെവൽ ആ കപ്പൊക്കെ അടിച്ച് അത് അതിനകത്ത് ചാമ്പ്യൻ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2018 നമ്മുടെ ഞാൻ തുടങ്ങിയിടാ. ബാക്കി തുടങ്ങിക്കോ. ഞാൻ ഗാഡ്ജറ്റ്സ് ഫൺ മലയാളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കണ്ടു. അതിനകത്ത് ഒരു പുള്ളിക്കാരൻ പറഞ്ഞു ഇതുപോലൊരു ഗെയിം ഇറങ്ങി. അതിനകത്തെ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട്, അത് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അങ്ങനെ ഗൂഗിളിൽ കയറി ഈ സാധനം ഡൗൺലോഡ് ചെയ്തു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ചുമ്മാ ഒരു വലിയ ഗ്രൗണ്ടിലോട്ട് കുറെ ആൾക്കാരെ ഇറങ്ങി കുറെ പേര് വരുന്നുണ്ട്. അപ്പോഴേ വെടിയും ചെയ്യാവുന്നുണ്ട്. അത് പിന്നെ ബോട്ടാണെന്ന് മനസ്സിലായത്. പിന്നെ മനസ്സിലായത് ഇതൊക്കെ ബോട്ടാണ്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ കറക്റ്റ് ആൾക്കാരാണ്, നമ്മളടിച്ച് ചിക്കൻ അടിച്ചെന്ന് വിചാരിച്ച്. അങ്ങനെ ഒളിച്ചിരുന്നൊക്കെ ഇത് ജയിച്ച്. പിന്നെ കളിയുടെ സ്വഭാവം മാറി തുടങ്ങി. ആള് കൂടാൻ തുടങ്ങി. പിന്നെ ഗെയിം സൈസ് കൂടി. എന്റെ ഫോണിൽ സപ്പോർട്ട് ആവാതായി. അതങ്ങ് നിർത്തി. ഞാൻ മാത്രമേ കളിക്കുന്നുള്ളായിരുന്നു, കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ ഒരു ഫോണിൽ സപ്പോർട്ട് ആവുന്നെന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ ആയിരുന്നു. അത് പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ പ്ലസ് 2 പഠിച്ച കൂട്ടുകാരുമായിട്ടൊക്കെ ഭയങ്കര കളിയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ പ്ലസ് 2 കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പരിപാടി നിർത്തി. പിന്നെ ഒരു ഗെയിം കളിച്ചതെന്ന് പറഞ്ഞാൽ സിം സിറ്റി എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ട്. ഒരു സിറ്റി ബിൽഡ് ചെയ്യുന്ന ഗെയിം. സിറ്റി ബിൽഡ് ചെയ്ത് അവിടെ ബിൽഡിങ്സ് ഒക്കെ നമ്മൾ എക്സോട്ടിക് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളായിരുന്നു. അത് ഈ ഇവന്റ് വന്ന് നശിപ്പിച്ചത്. പല ഗെയിമും അങ്ങനെ ഇവന്റ് ഉണ്ട്. ക്ലാഷ് ഓഫ് ക്ലാൻസ് നിർത്തിയത് അങ്ങനെ. കാരണം നമ്മൾ 20 ലക്ഷം രൂപ കൊടുത്ത്, ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് 20 ലക്ഷം രൂപ കൊടുത്ത് ഒരു വാൾ പണിയണം. പിന്നീട് വന്നപ്പോൾ മറ്റേ ക്ലാന്റെ ബേസിൽ നമുക്ക് അത് 5 ലക്ഷം രൂപയ്ക്ക് പണിയാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ആ ഒരു ഇതങ്ങ് പോയി. ആ ഒരു കുട്ടി ഇടുന്ന എഫേർട്ട് നമുക്ക് കിട്ടാത്ത രീതിയായി. അങ്ങനെ വന്നപ്പോൾ അത് ക്ലാഷ് ഓഫ് ക്ലാൻസ് വില പഠിപ്പിച്ച ഗെയിമായിരുന്നു. കാരണം 5 ദിവസം 4 ദിവസം 3 ദിവസം ഒക്കെ ആയിരുന്നു ചില സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതെ. അങ്ങനെ സിം സിറ്റി നിർത്തി. പിന്നെ ഫോണ് പിന്നെ ചത്ത്, ഗെയിമൊന്നും കളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ ഇരിക്കും. പിന്നെ പഠിക്കാൻ കയറി, ഡിപ്ലോമ പഠിക്കാൻ കയറിയപ്പോൾ ഒരു ഫോൺ എടുത്ത്. ഇപ്പോഴത്തെ 7 വർഷം ബാക്ക്, അതായത് 2019 ഒരു സാംസങ്ങിന്റെ ഫോൺ എടുത്ത്. അതിനകത്ത് പബ്ജി കയറ്റി. അത് അന്ന് അതെടുത്തൊരു 2-6 മാസത്തോളം ഇത് കിടിലമായിരുന്നു നമ്മൾ കളിക്കാൻ പറ്റും പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പുതിയ ഫോണിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു പബ്ജി, അതേപോലെ ആയിരുന്നു. ആ ഫോണിന്റെ കഥ പറയാനുണ്ട്, അത് ഞാൻ പറയാം. അല്ല പറഞ്ഞ ഈ ഫോണിനകത്ത് ഞാൻ ആ സമയത്താണ് GTA വേണ്ടി വരുന്നത്. GTA തപ്പി നടക്കുക, ക്രാക്ക് കിട്ടുന്നില്ല, എവിടെയും കിട്ടാനില്ല. കാരണം എനിക്ക് നെറ്റില്ല, വൈഫൈ വീട്ടിലില്ലാത്തത് കൊണ്ട് എനിക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം 100 GB ഉണ്ട് സൈസ്. അപ്പോൾ അങ്ങനെ സമയത്ത് ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ അടുത്ത് GTയുടെ ക്രാക്ക് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ലാപ്പും പൊക്കി സാധനം എല്ലാം പൊക്കിക്കൊണ്ട് ഇവൻ്റെ അടുത്തോട്ട് വന്നു. ഇവൻ്റെ ഒരു അടൂര. പിന്നെ ഞങ്ങൾ അടൂരിൽ നിന്ന് പത്തനാപുരത്ത് പോയി. പത്തനാപുരത്ത് പോയിട്ട് അത് കയറ്റിയിട്ട് വർക്കായില്ല. അപ്പം വേറെ ഒരു വഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവൻ്റെ പുത്തൻ ഫോണാണ്. അവൻ്റെ പുത്തൻ ഫോണിൽ നമ്മൾ 128 GB 7 വർഷം മുമ്പ് 128 100 GB നമ്മൾ ഗെയിം കയറ്റി. എന്നിട്ട് നമ്മൾ ഇവൻ്റെ ഫോണിൽ നിന്നാണ് എൻ്റെ ലാപ്പിലോട്ട് ട്രാൻസ്ഫർ ആക്കിയത്. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തപ്പം പക്ഷേ ആദ്യം എന്തോ എറർ കാണിച്ചു. നോർമലി നമുക്കറിയാം, നമ്മൾ മറ്റേ കയറ്റുമ്പം എന്തോ DL എറർ അങ്ങനെ പറഞ്ഞ കുറേ എററുകൾ വരും. പ്ലീസ് ട്രൈ അഗൈൻ. അല്ല, നമുക്ക് ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ വലിയ പിടുത്തം ഇല്ലായിരുന്നു. അതെ, അതാണ് കാര്യം. അങ്ങനെ കുറേ ഫയൽ മിസ്സായി. കാരണം മറ്റേ ആന്റിവൈറസ് ഓണായി കിടന്നിട്ട് കുറേ ഫയൽ മിസ്സായി. പണി പാളി. കാരണം അത്രയും കഷ്ടപ്പെട്ട് വന്ന് കയറ്റി. ഒക്ടോബർ 2-നായിരുന്നു അത് ഞാൻ ഓർക്കുന്നു. നമുക്ക് അവിടെ അന്ന് അവധിയായിരുന്നു. ഒക്ടോബർ 2-ന് അവധിയായിരുന്നു. അപ്പം അത് കയറ്റിയിട്ട് വർക്കാവുന്നില്ല. മൊത്തം ഭയങ്കര സങ്കടമായി. കാരണം അത്രയും നേരത്തെ വന്ന് അത്രയും ആഗ്രഹത്തോടെ കളിക്കാൻ വന്നു. പിന്നെ കുറച്ചു നേരം അവൻ്റെ സിസ്റ്റത്തിൽ, അതായത് ഇവൻ്റെ ശരൻ്റെ കൂട്ടുകാരൻ്റെ സിസ്റ്റത്തിൽ ഇരുന്ന് കളിച്ച് ഒരു നിർവൃതി അടഞ്ഞെന്ന് പറയാം. ജോബിനാണ്. അപ്പം അത് കളിച്ച് ഭയങ്കര എന്താ പറയുക, ഒരു ആഗ്രഹമായി. അതെ.
വണ്ടി ഉറക്കുന്നു, വണ്ടി എടുക്കുന്നു, വണ്ടി അടയ്ക്കുന്നു, പോകുന്നു. അന്ന് ഞാനും സത്യം പറഞ്ഞ അന്നാണ് ആദ്യമായിട്ട് കളിക്കുന്നത്. അപ്പൊ നീ എങ്ങനെ കയറ്റിയത്? നീ ഇവന്റെ അടുത്ത് ഞാൻ ഇവന്റെ അടുത്തില്ല ആദ്യമായിട്ട്, ഞാൻ കളിച്ചിട്ടില്ല ഇതിനു മുമ്പ് GTA 5. ഓക്കെ. അല്ല, അപ്പൊ നീ ആ ഫോണിൽ തന്നെയാണ് കയറ്റിയത്? ഏതാ ഫോൺ വഴിയല്ലേ കയറ്റിയത്? അതോ നീ പിന്നെ അവന്റെ അടുത്ത് പോയി? അല്ലല്ല, ഞാൻ ഈ ഫോണിൽ നിന്നാ കയറ്റിയാൻ തോന്നുന്നു. ആണോ? തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, കിട്ടുന്നില്ല. എങ്ങനെയോ കിട്ടി സാധനം. എന്നിട്ട് ഞാൻ രസമുണ്ട്, അല്ലല്ല, അന്ന് ഞാൻ ലാപ്പ് എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നീ ഞാൻ ലാപ്പ് എടുത്തിട്ടില്ലായിരുന്നു അന്ന്. അതെ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ ലാപ്പ് എടുത്തത്. അതെ. ആ ലാപ്പ് എടുത്തതിന് ശേഷം ജോബിന് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അങ്ങനെയാണ് എനിക്ക് തന്നത്. അന്ന് കയറ്റിയിട്ട് എനിക്ക് വർക്കാവുന്നില്ല, ഗെയിം വർക്കാവുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പോകുന്ന വഴിക്ക്, ബൈക്ക് ഓടിച്ച് പോകുന്ന വഴിക്കെല്ലാം ഇതിന്റെ ചിന്ത എന്റെ മനസ്സിൽ, അയ്യോ ഇത്രയും പോയിട്ട് ഗെയിം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ അത് പോകുന്ന പോലെ പോവുക. അപ്പം അവിടെ ചെന്നിട്ട് ഞാൻ പോകുന്ന വഴിക്കല്ല ഇതാ ചിന്ത, വീട്ടിൽ ചെന്ന് കളിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഈ ലാപ്പ് കൊടുത്തിട്ട് കടത്തിനെ പോയിരുന്നു. എന്റെ ഇത് ഓർക്കണം, ഞാൻ അവിടെ നിന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം 1 മണിക്കൂർ സംഭവം എടുക്കും ഏകദേശം. അത് മൊത്തം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോഴും എറർ കാണിച്ചു. എന്റെ പ്രതീക്ഷ പോയി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, പോയതെല്ലാം വെറുതെ ആയി. കാരണം അതിനു മുമ്പ് യൂട്യൂബിലിരുന്ന് ഡെയിലി ഇതിന്റെ വീഡിയോ കാണിക്കുക. അപ്പൊ നമുക്ക് അത്രയും കളിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ വീട്ടിൽ പോയിരുന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആന്റിവൈറസിന്റെ ആണ്ട് ഓഫ് ആക്കണം. അന്ന് നമുക്ക് വലിയ പിടുത്തമില്ല എങ്ങനെ ആ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം ഞാൻ എന്റെ ഫസ്റ്റ് ലാപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. നേരെ ഗെയിമായിട്ട് തന്നെ വരുന്നത്. അത് വീട്ടിൽ പറഞ്ഞത് സോഫ്റ്റ്വെയർ മേടിക്കാൻ വേണ്ടി വരുവാന്ന് പറഞ്ഞേ. ഫോട്ടോഷോപ്പ്, പ്രീമിയർ, ആഫ്റ്റർ ഇതെല്ലാം മേടിക്കാൻ വേണ്ടി വരുവാന്ന് പറഞ്ഞിട്ട് വന്നതാ ബൈക്കും എടുത്തോണ്ട് നേരെ ഗെയിമായിട്ട്. അപ്പം അത് ഗെയിം കയറ്റി വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കുറെ അവരെ ഉണ്ടല്ലോ, അതായത് ലോ ക്വാളിറ്റി യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരും. 1 മിനിറ്റ് താഴെ ഹലോ ദോസ്തോ അങ്ങനത്തെ സൈറ്റംസ് ഒക്കെ. അന്ന് ഹിന്ദി അറിയത്തില്ല, എന്താ സംഭവത്തില്ല. പക്ഷെ അവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തപ്പോൾ ഗെയിം ഓപ്പണായി. അപ്പോൾ ഭയങ്കര ആശ്വാസമായി. പക്ഷെ സൗണ്ട് ഇല്ല, വീണ്ടും പെട്ടു, സൗണ്ട് ഇല്ല. അങ്ങനെ കളിച്ചു കേട്ടോ. പക്ഷെ ഞാൻ നിർത്തിയില്ല. പക്ഷെ കളിച്ച് ഞാൻ ആ ഗെയിം ഫിനിഷ് ചെയ്തു. GTA 5 സൗണ്ട് ഇല്ലാതെ ഞാൻ കളിച്ചു തീർത്തു. അങ്ങനെയായിരുന്നു GTAയുടെ ഒരിത്. പിന്നെ എന്തായിരുന്നു, പിന്നെ പല ഗെയിമുകൾ വന്നു. പിന്നെ നിന്റെ GTAയുടെ കാര്യം പറയട്ടെ, അത് കേൾക്കട്ടെ. GTA ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ജോബിനെ ഒരു ദിവസം വിളിച്ചു വരുത്തിയിട്ട് ഈ നമ്മുടെ ഈ ഫോണിൽ തന്നെ GTA കയറ്റി ഇവിടെ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ എന്റെ ലാപ്പിലോട്ടും കയറ്റി കഴിഞ്ഞിട്ട് കളി തുടങ്ങി. പക്ഷെ ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇതിനകത്ത് ഈ ഗ്രാഫിക്സ് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യണമെന്നോ ആ പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല. പരിപാടിയൊന്നും അറിയത്തില്ല. ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ ഇങ്ങനത്തെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെന്ന് കടക്കാർ പറഞ്ഞു വിട്ടു, അത് നമ്മളെടുത്തു. അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ അത് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ കളിക്കാൻ പറ്റും. ഒരു ഓണായി വരാൻ കഴിച്ച് താമസം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുത്തം പറഞ്ഞ് SSD ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് കിട്ടുമെന്ന്. SSD ഇട്ടപ്പോൾ ഇച്ചിരി മാറ്റം വന്നു. GTA എളുപ്പം ഓണാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രാഫിക്സ് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തു, അത് സ്റ്റുഡിയോ മാറ്റി ഗെയിമാക്കി. അങ്ങനെ കുറച്ച് നാൾ നല്ലപോലെ കളിക്കാൻ പറ്റി. വലിയ ലാഗൊന്നും ഇല്ലായിരുന്നു. അന്ന് നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് ഇനി ഭാവിയിൽ ഓൺലൈൻ കളിക്കണം. ഓഫ്ലൈൻ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ കളിക്കുന്നത്. നമ്മളിത് കണ്ടിട്ട് അന്ന് ഇപ്പൊ നമ്മുടെ ഈ TV പരിപാടി ഓൺലൈൻ ഗെയിം ഒന്നും ഇല്ലായിരുന്നു, ആരും കളിക്കത്തില്ലായിരുന്നത്. പക്ഷെ വെളിയിലുള്ളവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ ഓഫ്ലൈൻ വീഡിയോ മോഡൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ഈ സൂപ്പർമാൻ, സ്പൈഡർമാൻ, അതൊക്കെ കാണും. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഇതിനകത്ത് ഭയങ്കര സംഭവമാണ്, ഭയങ്കര ബിൽഡിങ്, അങ്ങനെ കുറേ സാധനത്തുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടാണ് ഗെയിമിനകത്തോട്ട് പോകുന്നത്. ഒരു വലിയ എക്സ്പെക്ടേഷനോടാണ് ഗെയിമിനകത്തോട്ട് പോകുന്നത്. ഭയങ്കര രസമായിരുന്നത്. നമ്മുടെ ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചു. അതെ. ചുമ്മാ നമ്മൾ GTA അടിച്ചെടുക്കുമ്പോൾ ഓണാക്കുന്നു, കീറുന്നു, കളിക്കുന്നു, ഇതായിരുന്നു വിചാരം. ഇത് നമ്മൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലായത്. പൈസ ഇറക്കണമെന്ന് മനസ്സിലായി. അതെ, പൈസ ഇറക്കിയാലേ നമുക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായത്. എന്തായാലും കളി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ വണ്ടി ഓടിപ്പ് ആൾക്കാരെ കൊല്ലും തന്നെ മെയിൻ പരിപാടി. മിഷനൊക്കെ പിന്നെയാണ് എനിക്ക് തോന്നുന്നു കൊറോണ ടൈം ആയപ്പോഴാണ് ഞാൻ മിഷൻ തീർത്തത്. അത് ഒരു പ്രാവശ്യമൊന്നുമില്ല, ഈ ഫുള്ള് മിഷൻസ് ഒരു 5 പ്രാവശ്യത്തോളം ഞാൻ ഫുള്ളും കളിച്ച് തീർത്തിട്ടുണ്ട്. രസമായിരുന്നു. ചില മിഷനൊക്കെ കിട്ടില്ല, മറ്റേ ട്രവർ പ്ലെയിനെ ഫോളോ ചെയ്യാൻ അതൊക്കെ കിട്ടില്ല മിഷൻ. പിന്നെ അതൊരു 5 പ്രാവശ്യത്തോളം എനിക്ക് തോന്നുന്നു കറക്റ്റ് 5 പ്രാവശ്യം കളിച്ച് തീർത്തു. ഇത് ഫുള്ള് മിഷൻ. പിന്നെ അത് കഴിഞ്ഞു GTA പിന്നെ അങ്ങ് മടുത്തില്ല,
വല്ലപ്പോഴേ കളിക്കാറായി. പിന്നെ അത് ഫ്രീക്വന്റ്ലി മാത്രം കളിക്കുന്ന ഒരു കൊറോണയുടെ ലെവലുണ്ട്. ഒരു എൻട്രി ആ ആ, ടൈമിലായിരുന്നു. അതെ. 2019 അവസാനത്തോടായിരുന്നു കൊറോണ. ആ. ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാനും പറ്റത്തില്ല, നമ്മൾ ആ സമയത്ത് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ല. കോണ്ടാക്ട് ഇല്ല. അത് അവിടെ വരുമ്പോ ഉള്ള പരിചയം മാത്രമേ അതെ, ഉള്ളൂ. ഗെയിം കളിയൊന്നും പക്ഷെ ഇല്ലായിരുന്നു. എന്നോ ഒരു ദിവസം നീ മെസ്സേജ് അയച്ചോ, ഞാനൊന്ന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു നമുക്ക് കളിക്കാൻ കയറാന്ന് ഒരു ദിവസം പറഞ്ഞു. അതെ, പബ്ജി ഉമ്മ കയറാന്ന് പറഞ്ഞു. ഒരു പ്രതീക്ഷയില്ല. പബ്ജി കാരണമാണ് നമ്മൾ മിണ്ടി തുടങ്ങിയത്. അതെ, അതിന് മുമ്പ് PUBG മിണ്ടത്തൊന്നും കാരണമാണ് ഇല്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അതെ, പബ്ജി കാരണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് മിണ്ടത്തില്ല, പരിചയം. അതെ, വരുന്നു ഹായ് ബൈ ഒരു സെറ്റപ്പ് ആയിരുന്നു. സെറ്റപ്പേ ഉള്ളായിരുന്നു. പിന്നെ ഒരു ദിവസം അങ്ങനെ പബ്ജി കളിക്കുന്നത് അങ്ങനെ എന്തോ സംസാരിച്ചാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മ, നമ്മൾ നോവൽ അങ്ങാണ്ട ഫസ്റ്റ് പോയി ഇറങ്ങിയാൻ തോന്നുന്നു. നോവലോ മറ്റേ അങ്ങ് കണ്ടെയ്നറിന്റെ പതുക്കെ കളിക്കാന്ന് കണ്ട് പറഞ്ഞു തുടങ്ങിയതാ. അന്ന് അവനിട്ട ഔട്ട്ഫിറ്റ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ ഒരു ഓറഞ്ച് ലൈനുള്ള ഒരു കറുത്ത ഔട്ട്ഫിറ്റ് ഉണ്ട്, അറിയോ? മറ്റേ ഹാഫ് ടോപ്പ് ആയിട്ടുള്ള ഓറഞ്ച് ഇവിടെ മറ്റേ ഇങ്ങനെ തോക്ക വെക്കാൻ പറ്റുന്ന നിക്കറുള്ള ഔട്ട്ഫിറ്റ്, മനസ്സിലായോ? അതാണ് നീ അന്ന് ഇട്ട ഔട്ട്ഫിറ്റ്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അന്നാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പബ്ജിയുടെ തുടക്കം. കൊറോണ ടൈം, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, എങ്ങോട്ട് പോകാൻ. അന്ന് ഈ ഗെയിം രസമായിരുന്നു. വേറൊരു കൺസെപ്റ്റ്, റിയൽ ലൈഫ് വെടിവെപ്പ് അല്ലല്ലോ. നമ്മള് ശരിക്കും നമ്മുടെ എതിരെ ഒരു മനുഷ്യനാണല്ലോ കളിക്കുന്നത്. ആദ്യമൊക്കെ പറഞ്ഞാല് ഞാൻ സത്യം പറഞ്ഞ പബ്ജി കളിച്ചു തുടങ്ങുന്നത് 2018 ആ ടൈമില്ല, കോളേജ് ടൈമിൽ. എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഗെയിം ഉണ്ട് നമുക്ക്. ഞാൻ ചോദിച്ചു എന്തോ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇങ്ങനെ സംഭവമാണ്, നമ്മൾ കുറച്ച് പേരുണ്ട്, നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങും, വെടി വെക്കണം, നമ്മൾ അവസാനം വരെ നിൽക്കണം, ജയിക്കണം. ഓക്കെ, കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി, ചാർജ് ആയി ഞാൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഞാൻ എടുത്തു. അന്ന് അത്ര 740 MB അത്രയും കണ്ടി ഉള്ളു ഗെയിം. എൻ്റെ ഒരു റെഡ്മിയുടെ ഒരു 5 അങ്ങനെ ഞാൻ ഫോണായി. അന്ന് സ്മൂത്ത് സാധനം, നമ്മൾ ഈ ഫുൾ ഗ്രാഫിക് കളിക്കുന്ന പോലെ ഇപ്പൊ ഐഫോണിൽ കളിക്കുന്ന ഒരു ഭയങ്കര സ്മൂത്ത് സാധനം. അന്ന് ആദ്യം പോയി ഇറങ്ങിയ സ്കൂളിലാണ്. അവൻ പറഞ്ഞു സ്കൂളിൽ ഇറങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത്, സ്കൂളിൽ പോയി ഇറങ്ങാവുള്ളൂ. അതെ, നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മൾ സ്കൂളിൽ പോയി ഇറങ്ങിയപ്പം ഇറങ്ങി പറഞ്ഞ അടി, തോക്കും കൊണ്ട് എടുത്തും ഓടി വരുന്നു. നമുക്ക് ആ സമയത്ത് ഹെഡ്സെറ്റ് കളിക്കുമ്പോൾ നമുക്ക് ഒന്നാമത് പേടിയാണ്. കാരണം ഈ സൗണ്ടും ഷാർപ്പ് സൗണ്ട് ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ്. എവിടെയും പോയി ഒളിച്ചിരിക്കും, തോക്ക് കിട്ടിയിട്ട് നമ്മൾ പഠിച്ചു വരുന്നില്ലല്ലോ എന്താണ് യൂസ് ചെയ്യുക ഒന്നും അറിയത്തില്ല. അങ്ങനെ കുറെ കളിച്ചു. പിന്നെ നാട്ടിലുള്ളവന്മാരുണ്ട്, അവന്മാരെ കൂട്ടി, കില്ലർ നിതിനെ കൂട്ടി അങ്ങനെ കളിച്ചു തുടങ്ങി അവസാനം പിന്നെയാണ് നിന്റെ അടുത്തോട്ട് വരുന്നത്. പിന്നെ നമ്മളെ ടീം ആവുന്നത്. പിന്നെ അല്ല, ഞാൻ അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ കളിക്കുമായിരുന്നു, ക്രിസ്റ്റി എന്ന് പറഞ്ഞു. അവൻ ഇതുപോലെ സനോക്കിന്റെ ആള്. എനിക്ക് അവിടെ ഇറങ്ങുന്ന ഇഷ്ടമൊന്നുമില്ല, അവിടെ വെട്ടം വിളിച്ചൊന്നുമില്ല. യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ബൂട്ട് ക്യാമ്പിലോട്ട്. അതെ, പിന്നെ അത് സ്ഥിരമായി. പിന്നെ അത് എനിക്കും ത്രില്ലായി. നമ്മൾ പിന്നെ അറിയാലോ, രാത്രിയാകുമ്പോ അവിടെ അങ്ങ് ഇറങ്ങും. രാത്രിയിൽ സനോക്കായിരുന്നു മൊത്തം. ഇറങ്ങുന്നു, മരിക്കുന്നു, പിന്നെ ലോബി വരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, ഇറങ്ങുന്നു, മരിക്കുന്നു. കാരണം നമ്മളെ ആ ഒരു ഫോണിൽ അത് റെൻഡർ ആവില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. സനോക്ക് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന ബൂട്ട് ക്യാമ്പ്. അതെ, വേറെ സ്ഥലത്തും പോകത്തില്ല, ബൂട്ട് ക്യാമ്പ്. അതെ, ബൂട്ട് ക്യാമ്പ് ആയിരുന്നു. കാരണം മറ്റേ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതുപോലെ റെൻഡർ ആവാതിരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് മണ്ണിനടിയിലോട്ട് ആദ്യം പോകുന്നത്, മണ്ണിനടിയിലോട്ട് പോകും. പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ പറയാം, കൊറോണ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 2020 ഏപ്രിൽ ആ സമയത്തൊക്കെ അടച്ചു. നമ്മളെ പഠിക്കുന്ന അടച്ചു, ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എടാ ഈ GTA കളി വല്ലപ്പോഴേ കളിക്കത്തുള്ളൂ. GTA കാരണം ഇത് ഫുൾ ആക്റ്റീവ് ഇത് ആൾക്കാരുണ്ടല്ലോ, നമുക്ക് സംസാരിച്ച് കളിക്കാൻ പറ്റും. നമ്മുടെ പ്രധാന ലക്ഷ്യം അതായിരുന്നു, നമുക്ക് കൂട്ടുകാരോട് സംസാരിക്കണം, ഒരു എൻജോയ്മെന്റ് വേണം. അങ്ങനെ നമ്മൾ തുടങ്ങിയത്. അല്ലാതെ നമ്മൾ എന്താ പറയണ്ടേ, ഇങ്ങനെ കളിക്കണം, വെടിവെപ്പ് കളിക്കണം പുറത്ത് തുടങ്ങിയതല്ല. എല്ലാരും അങ്ങനെ. അതെ, ഇന്ന് വലിയ ലെവലിൽ എത്തിയവർ വരെയും അങ്ങനെ തുടങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സമയത്താണ് തുടങ്ങിയവരാണ് ഇന്ന് യൂട്യൂബറായിട്ട് ഇന്ന് നിൽക്കുന്നത്. അന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളും അങ്ങനെ വല്ലതും ചെയ്തായിരുന്നെങ്കിൽ, അന്ന് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് വിട്, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അടുത്ത് അതെ, ഇനി അറിയത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പബ്ജി തുടങ്ങി, രസമായിരുന്നു. നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ, അയ്യോ അവനെ കിട്ടിയ കഥ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ ഫ്രണ്ടാണ്, എനിക്ക് നല്ല പരിചയമുള്ള, എന്റെ കൂടെ ട്യൂഷനും എന്റെ സ്കൂളിലും പഠിച്ചൊരുത്തനെ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് എന്തോ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തനെ റാൻഡമായിട്ട് കിട്ടി. മലയാളി എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷമായി. ഞാൻ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വന്ന് ഇവൻ എന്നോട് ചോദിച്ചു, വീട് എവിടെ? എടാ ഇന്ന സ്ഥലത്താണ്. ഇന്ന സ്ഥലം പിന്നെ എവിടെ പഠിച്ചതെന്ന് ഞാൻ ചോദിച്ചു. നമ്മുടെ അറിയാവുന്ന ആരെങ്കിലും വല്ലതും ആണെന്ന് ചോദിച്ചു. ഇന്ന സ്ഥലത്ത്. ഇന്ന സ്ഥലത്ത് ഇന്ന സ്കൂളിലാണ്. എടാ നീ അതല്ലേടാ? അതന്നെ. അങ്ങനെ റാൻഡമായിട്ട് എന്റെ കൂട്ടുകാരനെ കിട്ടി. പിന്നെ ലോങ് ടൈം ആയിട്ട് കാണാതിരുന്നൊരുത്തനെ കിട്ടി. ഈ +2 കഴിഞ്ഞാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. റാൻഡമായിട്ട് കിട്ടിയത് എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
അത് എനിക്ക് നല്ലപോലെ അറിയാത്ത ഒരുത്തരം എങ്ങനെ റാൻഡമായിട്ട് കിട്ടിയത്. കാരണം ആ വിഷ്ണു. സമയത്ത് വി ഗ്രേഡ്. വി ഗ്രേഡ് പിന്നെ വി ഗ്രേഡ് ഉണ്ടായിരുന്നു. ക്രിസ്റ്റിയെ. ക്രിസ്റ്റി എന്റെ വീടിനടുത്തുള്ളതാണ്. അതെ. അവനും ഞാനും വി ഗ്രേഡും ആയിരുന്നു ആദ്യം കളിച്ചോണ്ടിരുന്നത്. പിന്നാണ് എപ്പിക് അഥവാ അനൂപിന്റെ വരവ്. അതെ അതെ, ഞാൻ വന്നു, പിന്നെ ഗില്ലർ വന്നു, ആ. പിന്നെ ക്രിസ്റ്റി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ക്രിസ്റ്റി ഉണ്ടായിരുന്നു, ഷിബു എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ നമുക്ക് വേറൊരു പുള്ളി ഗെയിം കളിച്ച് കിട്ടിയായിരുന്നു. പുള്ളിയുടെ പേര് നമ്മുടെ കാസ്റ്റർബോയ്. അതൊക്കെ എപ്പോഴാ? ഒരു വർഷത്തോളം കഴിഞ്ഞ് അങ്ങനെ കുറെ പേരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കില്ലറൊക്കെ പോയി കഴിഞ്ഞിട്ടായി ഈ കാസ്ട്രോബോയ് ഒക്കെ വന്നത്. അവന് കില്ലർ ഇറക്കാൻ നിർത്തിയായിരുന്നു. അവന് എന്തോ ഒരു പ്രശ്നം വന്ന് നിർത്തിയായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യും, ഇടയ്ക്ക് പിന്നെ എടുക്കും, ഇടയ്ക്ക് എന്നെ വിളിക്കും, അങ്ങനെ ഇതിനിടയ്ക്ക് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെ, ഈ ഗെയിമിന് വന്ന മാറ്റങ്ങൾ തന്നെയാണ് വലിയ കാര്യം. അത് പക്ഷെ നമ്മൾ അങ്ങ് അഡാപ്റ്റ് ആയി പോയി കേട്ടോ. എന്ന് വെച്ചാല് പിന്നെ അങ്ങ് സൈസ് കൂടി, ഗെയിം സൈസ് കൂടി, ആള് കൂടി, നമ്മൾ അഡാപ്റ്റ് ആയി. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് രാവിലെ എണീക്കണം, കളിക്കണം, ഇത് തന്നെയാണ് നമ്മുടെ ചിന്ത. കോവിഡ് സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും പണിയില്ല, ആരും പണിക്ക് പോകുന്നില്ല, അങ്ങനെ നമുക്ക് പറയത്തക്ക പണിയും ഇല്ല. അതെ, ഓൺലൈൻ ക്ലാസ് ഒരു മണിക്കൂർ ഉണ്ട്, അത് കഴിഞ്ഞ് ഫുള്ള് ഫ്രീയാ. ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10 മണി എങ്ങാണ്ടാകുമ്പോൾ കഴിയുന്നത്, 11 മണി എന്താകുമ്പോൾ കഴിയത്തില്ല. 11 മണിക്ക് അപ്പോഴേ നമ്മൾ തീരാറാകുമ്പോഴത്തേക്ക് ഗെയിമിൽ കയറി ലോഡാക്കി വെച്ചേക്കും. ഒരു സൈഡിൽ ഓൺലൈൻ ക്ലാസ്, ഒരു സൈഡിൽ ഗെയിം. ഇങ്ങനെ റീസെന്റ് ആപ്സിൽ പബ്ജി ആയിരിക്കും ഓണായി കിടക്കുന്നത്. എന്നിട്ട് ഞാൻ അതിന്റെ സൈഡിൽ കൂടെ GTA കളിക്കുമായിരുന്നു. സിസ്റ്റത്തിൽ GTA ഓണാക്കി വെച്ച് അത് കളിച്ചോണ്ടിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൽ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചേക്കും. അതിന്റെ ബാക്കിൽ എന്നിട്ട് മെസ്സേജ് അയക്കും, കയറിക്കും. വേറെ ഒന്നുമില്ല, ഹലോ, ഇതൊക്കെ എല്ലാവർക്കും റിലേറ്റബിൾ ആണെന്ന് തോന്നുന്നു. അതെ, എല്ലാവരും അതല്ല. നമ്മള് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഡയലോഗ് ഒന്നും പറയുന്നില്ല. കില്ലറിന്റെ അടുത്ത് അതുമല്ലായിരുന്നു. കില്ലർ വിളിക്കും, ഇത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ തമാശ പറഞ്ഞില്ല, ഇത് തന്നെ. അയ്യോ, പിന്നെ സംശയം അവൻ അത് കാണുന്നുണ്ടോ, നീ കമന്റ് ചെയ്യണം. ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ അത് ഷെഡ്യൂൾ ഞാൻ അതിലോട്ടാ വന്നത്. അത് 1, 2 നേരം 4 നേരമൊക്കെ കളിക്കുന്നത്. അതായത് രാവിലെ എണ്ണീക്കുന്നു, കഴിക്കുന്നു, നേരെ ക്ലാസ് കഴിയുന്നു, ഗെയിം കളിച്ച് ഒരു 1 മണി വരെയൊക്കെ കളിക്കായിരിക്കും അല്ലേ. 1 മണി 1:30 വരെ കളിക്കും. ഉച്ചക്കത്തെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നിർത്തും. നേരെ ചാർജ് ചെയ്തിടും. പിന്നെ ഒരു 3 മണി 3:30 ആകുമ്പോഴേക്കും പിന്നെ കഴിച്ച് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ട് ഫോൺ ചാർജ് ആവുന്ന സമയം, അതാണ് മെയിൻ ആട്ടോ, അല്ല വേറെ ഒന്നുമല്ല. ഫോൺ ചാർജ് ആവുന്ന സമയം കൊണ്ട് നമ്മളൊരു 3:30 ആകുമ്പോൾ കയറിയിട്ട് ഒരു 5:30 അത് ആ ടൈമിൽ വലിയിട്ട് കളിക്കത്തില്ല, 5:30 വരെ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ 5:30 6 മണി വരെ കളിക്കും. പിന്നെ ഫോൺ കുത്തിയിടും. പിന്നെ 7:30 ആകുമ്പോൾ കോൾ വരും, എപ്പിക്കേ കയറെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കയറും. അതൊരു 10 മണി വരെ കാണും. പിന്നെ അത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ 10 മണിയാകുമ്പോൾ പിന്നെ കയറും, ചാർജ് ചെയ്തിട്ട് പിന്നെ ഒരു കഴിച്ചിട്ട് പിന്നെ 10 മണി 10:30 പിന്നെയും കയറും. ഇത് തന്നെയായിരുന്നു പരിപാടി, കണ്ടിന്യൂസ്. ആ കോവിഡിന്റെ ഒരു പകുതി മുക്കാൽ ഭാഗം ഇങ്ങനെ തന്നെ ആയിരുന്നു. അതെ, കാരണം വേറെ നമുക്ക് ചെയ്യാനില്ല. നമുക്ക് ഇതേ ഉള്ള ആകെയുള്ള എൻജോയ്മെന്റ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പുറത്ത് പോയി കൂട്ടുകാരായിട്ട് കൂട്ടിരിക്കാൻ പറ്റും, അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പം ഗെയിം കളി. അതിൻ്റെ ഇടയ്ക്ക് കൂടെ സീരീസും ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല, അതിൻ്റെ കാര്യം ഇപ്പം പറയുന്നില്ലെങ്കിലും ഗെയിമാണ് ഇപ്പം പറയാനുള്ളത്. അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഞാൻ ഇത് ഗെയിമിനുള്ളതായിരുന്നു, പിന്നെ ഉറങ്ങുമായിരുന്നു. അല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് സീരീസും കാണുന്നുണ്ട്, എനിക്കറിയത്തില്ല എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ആ ടൈം എനിക്ക് കോവിഡ് തീരാറായി തുറന്നൊക്കെ വന്ന സമയത്താണ് ഞാൻ മണി ഹെസ്റ്റ് കാണും. ആ സമയത്ത് എല്ലാവരുടെയും അതായിരുന്നു മണി ഹെസ്റ്റ്. അത് എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി അടിച്ച് കാണും. മണി ഹെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ ടൈം മനസ്സിലായില്ല. കൊറോണ ടൈം ആയിരുന്നു മണി ഹെസ്റ്റ്, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ്, അങ്ങനെയുള്ള കുറെ സാധനമൊക്കെ. അപ്പൊ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ഗെയിമിലോട്ട് വരാം. അങ്ങനെ കൊറോണ ടൈം മൊത്തം ഗെയിം കളിയായിരുന്നു. പബ്ജി ആയിരുന്നു. വേറൊരു ഗെയിം തന്നെ. ആ സമയം പബ്ജിയുടെ സമയമായിരുന്നു. എല്ലാ പിള്ളേരും അങ്ങനെ തന്നെ ആയിരുന്നു തോന്നുന്നു. നമ്മുടെ ഈ പ്രായമുള്ളവരെല്ലാം അത് തന്നെ ആയിരുന്നു. അത്രയും സ്പെക്കില്ലാത്തമാരെ കളിക്കാൻ പറ്റാത്തവരായിരുന്നു ഫ്രീ ഫയറിലോട്ട് ആ ടൈമിൽ പോയെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി എല്ലാവരും പബ്ജി. ഫ്രീ ഫയറിന് വേറൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. പബ്ജി ഇപ്പോഴും ഇഷ്ടമല്ലാത്തവരുണ്ട്. അല്ല, അത് നമുക്ക് പബ്ജി കളിക്കുന്നവർക്ക് ഫ്രീ ഫയറിനോട് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷേ ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് തിരിച്ചായിരിക്കും, പബ്ജിയോട് വലിയ താല്പര്യം കാണത്തില്ല. കാരണം ആ സമയത്ത് നമ്മൾ അതിനകത്തങ്ങ് എന്താ പറയണ്ടേ, എക്സ്പേർട്ട് ആയി പോകും. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ഗെയിമിലോട്ട് പോകാൻ പറ്റില്ല. അത് നോർമലി നമ്മൾ കളിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നു. പിന്നെ പബ്ജിയുടെ അതപ്പതനമായിരുന്നു. കൊണ്ടുവന്ന് ഇവന്റ് ഒക്കെ കൊണ്ടുപോയി. ഇവന്റ് വന്നതോട് ആണ് നമ്മുടെ
അതെ അതെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് 100 കളി കളിച്ചാൽ 99 കളി നമ്മുടെ ഇറാൻ കളിയാണ് നമ്മൾ കളിക്കുന്നത്. ഇറാൻ കളിയുടെ മുക്കും മൂല നമുക്കറിയാം, അങ്ങനെയായിരുന്നു കളിക്കുക. വേറെ ഒരു മാപ്പ് അങ്ങനെ കളിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് വല്ല നമ്മുടെ മിറാമറോ താനോക്കോ അത് ഈ ഇറാങ്ങൾ തോറ്റ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതെ അതെ തോറ്റ് ജയിക്കാതെ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ മാപ്പ് മാറ്റിയിടും. അപ്പൊ അവിടെ പോയി പൊട്ടും, അത് വേറെ കാര്യം. എന്നാലും ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി. റാമർ അറിയാലോ, എങ്ങനെ കളിച്ചാലും ടോപ്പ് 10 എത്തും. ടോപ്പ് 10 അതെ അതെ. എവിടെ പോയി വിളിച്ചിരുന്നാൽ മതി. ആ സമയത്ത് വിളിച്ചിരിപ്പായിരുന്നു കേട്ടോ മെയിൻ. വലിയ മാപ്പായോണ്ട്. അതെ അതെ. അങ്ങ് കാലായിലൊക്കെ പോയി ഇറങ്ങിയിട്ട് ലൂട്ടി വരുമ്പോൾ തന്നെ ഒരു 20 പേരാകും. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് ഇവിടെ വരുമ്പോഴത്തേന് എങ്ങനെ വരും ടോപ്പ് 10. അങ്ങനെ ഗുണമുണ്ടായിരുന്നു. പിന്നെ പിന്നെന്താ, പിന്നെ ഇവന്റിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ നിർത്താൻ കാരണം ഇവന്റാണ്. നമുക്ക് ഒത്തിരി കുറെ ഇവന്റുകൾ വന്നതും അങ്ങനെ. പിന്നെ മൊത്തം കാശിന്റെ കളിയായി. കാശുള്ളവന് മാത്രമേ അതിനകത്ത് കളിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായി. അതിലേക്ക് ഹാക്കറിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. എന്നും കൂത്തിയിരുന്ന ഒരു 10 പേരെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറെ പേര് ഹാക്കർ ഏതാ പ്ലെയർ ഏതാന്ന് അറിയാത്ത അവസ്ഥയിൽ കളിക്കുന്ന. ഇപ്പം നമ്മൾ ഒരു പ്രോ വന്നെന്ന് പറഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കലി വിചാരിക്കുന്നത് ഹാക്കറാണെന്ന് വിചാരിക്കുന്നത്. അമ്മാതിരി ഹാക്കർ ആ ടൈമിൽ ഇഷ്ടം പോലെ വരുമായിരുന്നു. സ്പീഡ് ഹാക്കിങ്ങും വാൾ ഹാക്കിങ്ങും അങ്ങനെ കുറെ ഉണ്ടല്ലോ. അത് എവിടെ പോയി ഇറങ്ങിയാലും അടിയാ. പിന്നെ പാത്തിരിക്കേണ്ട അവസ്ഥയായിരുന്നു ഹാക്കർ. ഇത് മാത്രമല്ല, നമുക്ക് കുറെ ഗ്ലിച്ച് വരും. ഈ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തേക്ക് നെയ്ഡ് ഗ്ലിച്ച്, പിന്നെ സ്ഥിരം ഉണ്ടായിരുന്നു നെയ്ഡ് ഗ്ലിച്ച്. ഇപ്പൊക്ക് അറിയാൻ പറ്റത്തില്ല. ഗൈഡ് കാണിക്കും ഇങ്ങോട്ട് കയ്യിരുന്ന് പൊട്ടുക. ഇങ്ങോട്ട് ഇത് വെച്ച് എറിയുമ്പോ തന്നെ ഇങ്ങോട്ട് പോകും. അതുണ്ടായിരുന്നു എനിക്ക്. എറിഞ്ഞ കയ്യിൽ നിന്ന് ആശം മാത്രമേ ഉള്ളൂ, കയ്യിരുന്ന് പൊട്ടുമായിരുന്നു. വണ്ടി ഇരുന്ന് പൊട്ടിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മ. പിന്നെ സ്മോക്കിന് പകരം നെയ്ഡ് എറിയുന്നവരുണ്ടായിരുന്നു. സ്മോക്കിനെ പറയുമ്പോൾ 5-6 നെയ്ഡ് വരി ഇടുന്നവരുണ്ടായിരുന്നു. കില്ലർ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മിൽട്ടയാണോ ആ ടോപ്പിലാണ് നമ്മൾ മറ്റേ അത് റൂയിൻസ്. അതന്നെ, റൂയിൻസിന്റെ മണ്ടയ്ക്ക് ഒരു അടി കിട്ടി, ഞാൻ വീണ് നോക്കായി. അത് ടോപ്പ് 10 നോക്കായി. പില്ലർ സ്മോക്ക് എന്ന് പറഞ്ഞിട്ട് സ്മോക്ക് മോളി നെയ്ഡ് നെയ്ഡിട്ട് അല്ല റിവൈവ് ചെയ്തു. മോളിക്കകത്ത് ഞാൻ ചെന്ന് കയറി. പടവായി. അത് രണ്ടാമത് നെയ്ഡെന്തോ ആയിരുന്നു. അപ്പോഴാണ് പിന്നെ ചെയ്യാൻ പറ്റും. അതെന്താ വെച്ചാല് 2 സ്മോക്ക് എറിഞ്ഞു. അതിന്റെ കൂട്ടത്തില് നമ്മ റിവൈവ് ചെയ്തോണ്ടിരിക്കുക, നമുക്ക് കാണത്തില്ല. അതിന്റെ കൂട്ടത്തിൽ മോളിയും വന്ന് വീണു, നെയ്ഡും വന്ന് വീണു. പടവായി. അയ്യോ, എനിമി എന്നെ കൊന്നതിനെക്കാട്ടി കൂടുതൽ കില്ലറാണ് വന്നിട്ടുള്ളത്. അതെ അതെ. പിന്നെ അയ്യോ, അത് രസമായിരുന്നു കേട്ടോ. പിന്നെന്താ, അത് എന്റർടൈൻമെന്റ് തന്നെ ആയിരുന്നു. പിന്നെ ഒരിടയ്ക്കൊരു സംഭവം എന്ന് പറഞ്ഞാൽ മിൽട്ടയിൽ അങ്ങ് ഇറങ്ങും. മിൽട്ടയിൽ ഇറങ്ങി ഒരു ബിൽഡിംഗ് ഉണ്ട്, മണ്ടേ ഓപ്പൺ ആയിട്ടുള്ള ഒരു കുറെ ബിൽഡിംഗ് ഉണ്ട്, മണ്ടേ ഓപ്പൺ ആയിട്ടുള്ള 3 സ്റ്റോറി ബിൽഡിംഗ്. അത് അറിയാൻ തോന്നുന്നു. നമ്മുടെ ആ ഒരു ഗ്ലാസ് ഹൗസിന്റെ മണ്ടയ്ക്ക്, ഗ്ലാസ് ഹൗസിന്റെ തൊട്ടപ്പുറത്ത്, മണ്ടയ്ക്കല്ല എന്റെ തൊട്ടപ്പുറത്ത്, അവിടെ അടി മറ്റേ ഒരു പാർക്കിംഗ് ഉള്ള പോലത്തെ സ്ഥലം. അതെ, അതിന്റെ പാർക്കിംഗ് ഉള്ള അതിന്റെ മണ്ടയ്ക്ക് ഇറങ്ങത്തുള്ളായിരുന്നു സ്ഥിരം. എനിക്ക് തോന്നുന്നു ഒരു മാസം ഞാൻ അവന്മാരെല്ലാം വിളിച്ചോണ്ട് പോകുന്നത്. അതിന്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് ഞാൻ അതിന്റെ ബോട്ടിൽ പോയി അവിടെ ഇരിക്കും. ഒരു മാസത്തോളം അവിടെ മാത്രം ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ബിൽഡിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ ഇറങ്ങിയാലും അവിടെ ഉണ്ടല്ലോ മറ്റേ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ പോയി. ഏതാ നമ്മൾ അങ്ങ് ഇറങ്ങത്തില്ലായിരുന്നോ ആ മൂലയ്ക്ക്? ലിപ്പോയാണ്. ലിപ്പോയിലെയും ഇതുപോലത്തെ ബിൽഡിംഗ് ഉണ്ട്. എവിടെ പോയാലും 7 ഒരു ബിൽഡിംഗ് ഉണ്ട്, ഇത് സെയിം ബിൽഡിംഗ്. അതിന്റെ പുറകെ മണ്ടയ്ക്ക് കയറിയിരിക്കുകയാണ് എന്റെ ഏറ്റവും വലിയൊരു. അല്ല, എവിടെ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ മണ്ടയ്ക്കായിരിക്കും നമ്മൾ. അതെ, അതിന്റെ മണ്ടയ്ക്ക് സ്നൈപ്പിംഗ്. പിന്നെ ആ ബിൽഡിംഗ് നമ്മൾ എത്തിയ പിന്നെ വേറൊരുത്തന്മാരെ കേട്ടത്തില്ല. ഷോട്ട് ഗൺ, DBS, ഭീകരന്റെ കാര്യം പറയണം. ഷോട്ട് ഗണ്ണിന്റെ കാര്യം പറയാം. DBS എന്ന് പറഞ്ഞൊരു തോക്ക് ഇറങ്ങിയ പിന്നെ ഇവന് M4 വേണ്ട. എത്തിക്ക് ഒരു 150 ബുള്ളറ്റ് M4 അങ്ങോട്ട് വരും. DBS ഇങ്ങോട്ട് വരാം. ബുള്ളറ്റ് ഒന്നും വേണ്ട, ബുള്ളറ്റ് ചോദിക്കത്തില്ല, തോക്ക് മാത്രം മതി. ആശാൻ ഇറങ്ങി വേറൊരു കാര്യമുണ്ട്, അതാ പറയാൻ വന്നേ. ആശാൻ ഇറങ്ങി പറഞ്ഞാൽ 100 ബുള്ളറ്റ് കിട്ടും. M4 അവന് കിട്ടും, അതാണ് മനസ്സിലാകാത്തത്. M4 ഒരു 100 ബുള്ളറ്റ് വന്ന് കിട്ടും. ഞാൻ ഇടയ്ക്ക് ബുള്ളറ്റ് കഴിക്കുമ്പോൾ എപ്പിക്ക് ഒരു 40 ബുള്ളറ്റ് തരാൻ കേട്ടോ എന്ന് പറയും. മതി, നമ്മളെ അത്രയും പോലും ഇവിടെ തോക്കയില്ല. അതെ. പിന്നെ പിസ്റ്റല്, ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടുന്നത്. ഈ ഒരിടയ്ക്ക് പിസ്റ്റല് ചാകുമായിരുന്നു. എവിടെ ഇറങ്ങിയാലും ഇതേ കിട്ടത്തുള്ളൂ, ഗണ്ണ് കിട്ടത്തില്ല. ഡെസേർട്ട് ഈഗിൾ അതാണ് പൊട്ടു. അതാണ് വെടിയൊക്കെ അറിയത്തില്ല. അത് വെച്ചൊന്നും എന്റെ അറിയാൻ പറഞ്ഞത്. എനിക്ക് ആകെ അറിയാതെ അന്ന് M4, പിന്നെ സ്കാല്, പിന്നെ AK വന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം റീകോയിൽ ഉള്ളതുകൊണ്ട് ഭയങ്കര. UMP ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പഴാ പേരൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ, മറന്നിട്ടില്ല. അതെ, കളി നടത്തിട്ട് ഇപ്പൊ 4 വർഷം മേലായിട്ട്. ഹൈദരാബാദിൽ പോയിട്ട് പിന്നെ നിർത്തിയതാ. അതെ,
അപ്പൊ 3-4 വർഷമായി. 4 അത് വർഷം. നിർത്തിച്ചതാന്ന് പറയുന്നതായിരിക്കും അതെ നല്ലത്. അതെ അതെ. എല്ലാവരും നമ്മളിപ്പോഴും കളിച്ചോണ്ടിരുന്നത് ഇവന്മാര് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ് സപ്പോർട്ട് ആവുന്നില്ല. സപ്പോർട്ട് ആവുന്നില്ലായിരുന്നു. പിന്നെ ഇവന്മാര് ഈ ഇവന്റും കാര്യങ്ങളൊക്കെ കേറ്റി ഇപ്പൊ തന്നെ അറിയാലോ. പണ്ട് ഇപ്പൊ നിർത്തിയവർ പലരും ഈ കുറ്റം പറയുന്നുണ്ടെന്ന് എനിക്ക് അതെ തോന്നുന്നത്. അതെ. ഡ്രാഗന് കുതിര. ആ പറന്നൊക്കെ പോകുന്നത് അതെ ഇത് അതെ. അത് game ചിലർക്ക് tough ആയി. ഇഷ്ടമായി. പക്ഷെ ചിലവർക്ക് ഇഷ്ടമായിരിക്കും. പക്ഷെ എന്നെ അപേക്ഷിച്ച് ഇവനെ അപേക്ഷിച്ചൊക്കെ ഞാൻ പബ്ജിയുടെ ആ ഒരു തനതായ പബ്ജി ഉണ്ടല്ലോ, അതായത് ആദ്യം ഇറങ്ങിയ പബ്ജി, ഒതന്റിക് ഒതന്റിക് പബ്ജി എന്ന് പറയുമല്ലോ, അതാണ് ഏറ്റവും താല്പര്യം. കാരണം അതായിരുന്നു ഗെയിം. കാരണം 100 പേര് വന്ന് ഇറങ്ങുന്നു, വേറെ ഒരു സപ്പോർട്ട് ഇല്ല, നമ്മുടെ തോക്കിന്റെയും ഇതിന്റെ സപ്പോർട്ടോടെ നമ്മൾ കളിച്ച് ജയിക്കുന്നു. ഇതായിരുന്നു പബ്ജി ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇവന്റ് ഒരു ലൈഫ് തോന്നുമായിരുന്നു അതെ ഗെയിമിനോട്. അതെ. ഇവന്റ് realism. വന്നപ്പം കുറെ മടുത്തു. അങ്ങനെ മടുത്തു. പിന്നെ ഫോണിന്റെ പ്രശ്നം ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമ്മൾ ഹാക്കർ ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ പബ്ജി നിർത്തുന്നത്. അവസാനം സഹി ഇട്ടിട്ട് നമ്മൾ ഈ റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്യാതെ കളിക്കുക. തുണിയില്ലാതെ കളിക്കുന്നത്. എല്ലാം നമ്മൾ തുണിയില്ലാതെ നമ്മളടക്കം തുണിയില്ലാതെ വരുന്നത്. അതെ അതെ. ഏത് വിധത്തില് നമുക്കും അതെ, എനിക്ക് നമുക്ക് മാത്രമാണ് നമ്മളുടെ ഡ്രസ്സ് നമുക്ക് നമ്മുടെ ഡ്രസ്സ് കാണാം. പക്ഷെ ബാക്കിയുള്ളവരൊന്നും കാണത്തില്ല. ഇവന്മാര് ലോബി വന്നിട്ട് പട്ടിഷോയാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ട്. നമ്മളതൊന്നും കാണുന്നില്ല. ലോബി വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. നമ്മൾ പക്ഷെ കാണുന്നില്ല. അവന്മാരുടെ വിചാരം നമ്മളിത് കാണുന്നു. അന്ന് കളിക്കുന്ന എത്ര അയ്യോ ഇന്ന് അത് ആ ഫോണിലെ കളിക്കാൻ പറ്റൂ. ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതല്ല, നമുക്ക് എനിമി വരുമ്പോൾ ഒരു 10 സെക്കൻഡ് മുമ്പ് അറിയാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പ് അത് നിനക്കല്ലായിരുന്നു? അത് എനിക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചെറിയ ഫോണിൽ കളിക്കുന്നവർക്കെല്ലാം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എനിമി വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫ്രെയിം ഡ്രോപ്പ് ലാഗ് വരും. ഇത് റെൻഡർ ആവാനുള്ള താമസമാണ്. അപ്പോഴേ മനസ്സിലാവും. കറക്റ്റ് അത് അതാണ് കറക്റ്റ് ആയിട്ട് കിട്ടും. എവിടെയെങ്കിലും പോയി സെറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കും. അപ്പൊ അങ്ങോട്ട് വരുവാണെങ്കിൽ മിക്ക ടൈമിലും നമ്മൾ മറ്റേ അപ്പാർട്ട്മെന്റിലും ഒക്കെയാണ് ഈ വരുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്നത്. അപ്പാർട്ട്മെന്റ് അതും ഇതുപോലെ ആയിരുന്നു. കുറെ നാൾ അപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പാർട്ട്മെന്റ് സ്കൂളിന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു കുറെ നാള്. വേണി, പിന്നെ മറ്റേ നമ്മുടെ ഉണ്ടല്ലോ സെന്ററുള്ള കൊച്ചിങ്കി എവിടേക്ക് ആളിറങ്ങാം. അതെ, ആ സമയത്ത് നമ്മളായിരുന്നു അവിടുത്തെ ബ്ലോക്ക്, റോഡ് ബ്ലോക്ക് എല്ലാം ഉണ്ടായിരുന്നു. അവിടേക്ക് അവിടെ ആളേ ഇല്ലായിരുന്നു. ബാക്കി എല്ലാവരും മറ്റേ ജോർജാപ്പൂളിലോട്ട് പോകുന്ന സമയത്ത് അപ്പൊ അവിടെ ഇറങ്ങി നമ്മൾ ലൂട്ടുമായിരുന്നു. ഈ ഇവന്റ് വന്നേ പിന്നാണ് കോച്ചിങ്ങിൽ ആരും ഇറങ്ങാത്തത്. മറ്റേ എന്തുവായിരുന്നു മമ്മിയുടെ ഒക്കെ ഇത് വന്നായിരുന്നല്ലോ, പിരമിഡും സാധനങ്ങളൊക്കെ. പിരമിഡ്, അതെ അതെ. ഫറോസെറ്റ് ഒക്കെ ഉള്ള ഒരു ഇവന്റ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എല്ലാവരും അങ്ങോട്ട് പോയായിരുന്നു. ആ സമയത്തൊക്കെ ഈ ഓരോ സ്ഥലത്ത് ഈ സാധനം കാണുമായിരുന്നല്ലോ, പിരമിഡ് പോലെ. ആൾക്കാർ അവിടെ ലൂട്ടിന് പോകും. നമ്മൾ ഇറങ്ങത്തില്ല, നമ്മൾ ഇറങ്ങത്തില്ല. അവിടെ ലാഗായിരുന്നു മെയിൻ കാര്യം. അവിടെ ഇറങ്ങിയാൽ നമുക്ക് റെൻഡർ ആവത്തില്ല. അപ്പൊ പിന്നെ അവിടെ ഇറങ്ങത്തില്ല. അത് അവിടെ വന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അടിച്ച് ചെയ്യാവുന്നല്ലാതെ ലൂട്ടും കിട്ടത്തില്ല. അവിടെ നിന്ന് തലവരി പോകാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ എവിടെയെങ്കിലും പയ്യെ ഇറങ്ങി ലൂട്ടിയിട്ട് നമ്മള് പിന്നെ അറ്റാക്ക് ടോപ്പ് 10 നമ്മുടെ ഫൈറ്റ്. അതെ, നമ്മളത്ര റഷ് അല്ലായിരുന്നു എങ്കിൽ പോലും ഒരു മീഡിയം പ്ലേ ആയിരുന്നു. പക്ഷെ നമുക്ക് പറ്റത്തില്ല, ലാഗ് കാരണം. അതാണ് മെയിൻ കാര്യം. അതുകൊണ്ട് പതുക്കെ കളിക്കാം. എന്നാലും കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങ് കളിക്കുന്നു. അങ്ങനെയായിരുന്നു ആ കാര്യം. അതെ. പിന്നെ അങ്ങനെ ഈ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവന്റ് കാരണം ആണ് നമ്മള് ഇവന്റ് വർപ്പിച്ച് തുടങ്ങിയ പിന്നെ നിർത്തിയത്. ഇപ്പോഴും നമുക്ക് കളിക്കാൻ പറ്റും. പക്ഷെ നമ്മള് പോകുന്നില്ല. എന്തോ താല്പര്യമോ അതോ കളിക്കാൻ പറ്റാത്തതാണോ അറിയത്തില്ല. ഇപ്പൊ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബോട്ട് കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ഇനിയിപ്പോ തിരിച്ചു നോക്ക് പാടാ. അതെ അതെ. കണ്ണും പിടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കൂട്ടുകാരൻ്റെ ഫോണിൽ കളിച്ചപ്പം കണ്ണു പിടിക്കുന്നില്ല. കാരണം ആ TDM കളിച്ചപ്പോഴേ നമുക്ക് ആ കണ്ണ് അത്രയും റണ്ടർ ആവുന്നില്ല, സ്പീഡ് പിടിക്കുന്നില്ല. TDM ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. അവിടെ തോറ്റ് പണ്ടാരം അടങ്ങി വരുമ്പോ TDM കളിക്കുമായിരുന്നു. അങ്ങനെ TDM നൈസായിരുന്നു. പിന്നെ റൂം മാച്ച് കളിക്കുമായിരുന്നു. അല്ല, നമ്മളിപ്പോ നമ്മുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ഈ ഇവന്റ് കാരണം നമ്മൾ നിർത്തിയെന്ന്. അല്ലാതെ എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ഇവന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇവന്റ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ നമുക്ക് പേഴ്സണലി അത് താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇവന്റ്. പക്ഷേ പബ്ജി PC ഇപ്പോഴും ഇവന്റ് ഉണ്ടോ? പക്ഷെ എപ്പോഴും അവന്മാരൊരു ഇച്ചിരി ഒതന്റിക് ആയിട്ട് തന്നെ നിൽക്കുന്നത്. കുറച്ചുകൂടെ റിയൽ ആയിട്ടുള്ള സാധനമല്ലേ, പക്കാ സാധനം. അങ്ങനെ എല്ലാവർക്കും ഒന്ന് കളിച്ച് അതും കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇടയ്ക്ക് കളിക്കുമായിരുന്നു. പിന്നെ നമ്മൾ അത് ഈ പബ്ജി നിർത്തി പിന്നെ സിസ്റ്റത്തിലോട്ട് മാറ്റി. പിന്നെ സിസ്റ്റത്തിലോട്ടായിരുന്നു. ഇനിയിപ്പോ അതങ്ങ് പറഞ്ഞു തുടങ്ങാം അല്ലേ, പബ്ജി അങ്ങ് നിർത്താം. പബ്ജി പറഞ്ഞല്ലോ. പിന്നെ വാലറന്റ്. പിന്നെ കളി ഈ ഫോണിന്റെ പരിപാടിയെല്ലാം നിർത്തി. ഫോണ് ചത്ത്. ഫോണിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത, കോള് വിളിക്കാൻ മാത്രം പറ്റുന്ന ഒരു അവസ്ഥയിലോട്ടായി ഫോൺ. എന്റെ സ്പേസും ഇല്ല, ഒന്നുമില്ല. ഫോണൊക്കെ നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയി. അങ്ങനെ പിന്നെ നമ്മള് പീസിലോട്ട് അനൂപ് പിന്നെ ഹൈദരാബാദിലോട്ട് പോയി. ഞാനിവിടെ ജോലിയും കൂലിയില്ലാതെ നിൽക്കുക. പിന്നെ വാലറന്റ് ആണ് ശരണം. അന്നേരം നമ്മള് നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നല്ലോ. നമ്മൾ ഇവിടെ കോവിഡിന്റെ ലാസ്റ്റ് ടൈം ഒക്കെ ആയപ്പോഴത്തേക്ക് ജോബിൻ നമുക്ക് വാലറന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അത് കുറച്ച് നാൾ കളിച്ചു. പിന്നെ എന്തോ നെറ്റിന്റെ ഇഷ്യൂ കാരണം ഞാൻ മറ്റേ ഫോൺ നെറ്റ് വെച്ചല്ല കളിക്കുന്നത്. സമയത്ത് ഞാൻ ഫോണിന്റെ നെറ്റ് വെച്ചാൽ കളിച്ചോണ്ടിരുന്നത്. അതെ, അങ്ങനെ അത് നിർത്തി. പിന്നെ ഇത് 10 GB കണ്ടായി. നമ്മൾ കളിക്കുന്ന സമയത്ത് തന്നെ 10 GB ആയി. അത്
ഞാൻ അത് നിർത്തി. പിന്നെ 2023 മിഡിലാണ് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരത്തെ ഗെയിം ഒരുപാട് മാറി, കുറെ സൈസായി, കുറെ ക്യാരക്ടർ വന്ന്. അന്ന് പിന്നെല്ലാം ഒന്നേ തുടങ്ങേണ്ട വന്നു. പിന്നെ എയിമും കാര്യങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യം. നമ്മൾ ആദ്യം എടുക്കുന്ന സമയത്ത് ഇത്രയും പ്ലേയേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ വരവിൽ മൊത്തം പ്ലേയേഴ്സ് ആയി. ടോക്സിക് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും തെറി, വീട്ടുകാരെ തന്നെ തെറി വിളി. അതായത് എവിടെ തിരിഞ്ഞാലും തെറി. നമ്മുടെ നാട്ടുകാരല്ല, നോർമലി അറിയാലോ, ഗെയിം കളിക്കാനൊക്കെ അറിയാം. അപ്പൊ നമ്മൾ തിരിച്ചു പറയും കേട്ടോ, ഇല്ലെന്ന് പറയുന്നത് അറിയാവുന്ന ഭാഷയിൽ നമ്മൾ തിരിച്ചു പറയും. അമ്മാരെ വായടപ്പിച്ച് എന്ത് ചെയ്താലും കുറ്റമാണ്. അതന്നെ, വന്നില്ല കുറ്റം, വന്നാ കുറ്റം, കളിച്ച കുറ്റം, കളിച്ചതിന് എനിക്ക് തെറി വിളിച്ചിട്ടുണ്ട്, എയ്സ് അടിച്ചതിന് എനിക്ക് തെറി വിളിച്ചിട്ടുണ്ട്, തെറി വിളി കേട്ടിട്ടുണ്ട്. അവന്റെ കില്ലെടുത്തോണ്ട് പോയെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്തോ പറഞ്ഞ് എനിക്ക് തെറി വിളി കിട്ടിയിട്ടുണ്ട്. പിന്നെ കളിച്ചില്ലേലും അതിനെക്കാട്ടി വലിയ കുറ്റം. മുംബൈ സെർവർ ഭയങ്കര സീനായിരുന്നു. അങ്ങനെ അതും പിന്നെ ഒരിടയ്ക്ക് നിർത്തി. അത് എന്തോ ഇങ്ങനെ എന്തോ സിസ്റ്റത്തിന് പ്രശ്നം നമ്മളെവിടെ ചെന്ന് സിസ്റ്റത്തിന് പ്രശ്നമായിരുന്നു. ഫോണ് പ്രശ്നം, സിസ്റ്റം പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മുടെ പാഷൻ അതുപോലെ ഗെയിം കളിക്കാന്നുള്ളത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. വാലറന്റ് കുറെ കഥകളുണ്ട് നമുക്ക് പറയാം. ഇഷ്ടം കാരണം നമ്മൾ ഒത്തിരി സ്പെൻഡ് ചെയ്ത് വാലറന്റ് എന്ന് പറഞ്ഞാലേ ഫുൾ ടൈം അലേർട്ടാണ്. പബ്ജി എന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റിലാക്സ് സമയമുണ്ട്, കുറച്ചു നേരം പതുക്കെയൊക്കെ പോയാൽ മതി. ഇത് പക്ഷെ അങ്ങനെയല്ല, ഫുൾ ടൈം ഓൺ ആയിരിക്കേണ്ട ഒരു ഗെയിമാണ്. അതുമല്ല വാലറന്റ് ഒരു ടീം വർക്ക് ആയിട്ടുള്ള ഗെയിം. അതെ, പബ്ജി നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് ടോപ്പിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് കിട്ടും. പക്ഷെ ഇതിനകത്തതല്ല, നമ്മൾ കളിച്ചില്ലെങ്കിൽ തീർന്നു, അല്ല ഒരാൾ കളിച്ചില്ലെങ്കിൽ ഗെയിം. കോർഡിനേഷൻ ആണ് ഇവിടെ, കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ്, ഹെവൻ എന്ന് പറഞ്ഞൊരു മാപ്പ് ഉണ്ട്, 3 സൈറ്റ് ഉണ്ട് അവിടെ. ഗെയിം അറിയുന്നവർക്കറിയാം. അവിടെ ഒരു പ്രാവശ്യം നമ്മള് ഫസ്റ്റ് ഹാഫ് തീർന്നപ്പം 10-2 ലെവലിൽ ഇരിക്കുകയായിരുന്നു. ഞാനും എപ്പിക്ക് കൂടെ വേറെ ഭായിമാരെ പറഞ്ഞ് കളിപ്പിച്ച് നമ്മളാ കളി 2 തിരിച്ച് ജയിച്ചിട്ടുണ്ട്. അവന്മാരെ ആ 11 തന്നെ നിർത്തി, 11 തന്നെ നിർത്തി, 11 തന്നെ നിർത്തിയിട്ട് കളി ജയിച്ചിട്ടുണ്ട്. ടീം വർക്ക്, അതിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞത്, ടീം വർക്ക് ആണ് ഗെയിം. അവര് കാരണം കൂട്ടത്തിൽ കളിക്കുന്നവര് കറക്റ്റ് ആയിട്ട് നിന്ന്, അവര് കറക്റ്റ് ആയിട്ട് അനുസരിച്ച് സൈറ്റ് ഹോൾഡ് ചെയ്തു, ഡിഫെൻഡ് ചെയ്തു, നമ്മള് കറക്റ്റ് ആയിട്ട് ജയിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു. എവരെന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ടഫ് മാപ്പാണ്. കാരണം അവിടെ 3 സൈറ്റ് ഉള്ള ഒരു മാപ്പായ അടിപൊളിയാണ്. ഒരിടത്ത് നിന്ന് മറ്റേ സൈറ്റിലോട്ട് പോകാൻ നല്ല ദൂരമാണ്, വിചാരിക്കുന്ന പോലെ. നമ്മൾ പണ്ട് നമ്മൾ ആദ്യം കളിക്കുന്ന സമയത്ത് നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അങ്ങ് എടുക്കുമായിരുന്നു. അല്ല ടീമിന്റെ ഒരു ഫോർമേഷൻ നമ്മൾ നോക്കത്തില്ലായിരുന്നു ആ സമയത്ത്. പിന്നീടാണ് നമുക്കും അത് മനസ്സിലായത്, ഓക്കെ ഇങ്ങനെ എടുത്താലേ നമുക്ക് ഒരു ടീം കളിച്ച് നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായത്. എന്തൊക്കെയായിരുന്നു ഏതാ? ഡുവലിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ സെന്റിനൽ ഉണ്ടായിരുന്നു, പിന്നെ കൺട്രോളർ അങ്ങനെയായിരുന്നു. ഞാൻ കൂടുതലും മറ്റേ ഞാൻ ഫീനിക്സും ഒമനും ഗീക്കോയൊക്കെ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അവര് ഒരു കൺട്രോളിങ്ങും ഡുവലിസ്റ്റ് ആയിരുന്നു. ഡുവലിസ്റ്റ് എന്ന് പറയാൻ എനിക്ക് ഫീനിക്സ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നീ വരുമ്പോ പിന്നെ നീയും കൺട്രോൾ. ഞാനും ഇത് ആദ്യം റേസും ജെറ്റും ഒക്കെ ആയിരുന്നു ഗെയിം തുടങ്ങിയ സമയത്ത്. അത് കംഫർട്ടായി, അത് മാത്രമേ എടുക്കും. ടീമേറ്റ് പറയും ഇതെടുക്കരുത്, എല്ലാവരും ഡ്യൂലിസ്റ്റ് ആണ്, 5 ഡ്യൂലിസ്റ്റ് ഒക്കെ വരും ചില സമയത്ത്. അങ്ങനെ പിന്നെ കളി മനസ്സിലായി തുടങ്ങിയപ്പം ഞാൻ പിന്നെ സൈഫറിലോട്ടൊക്കെ മാറി. സൈഫർ ഭയങ്കര സീനായിരുന്നു കേട്ടോ. സൈഫർ കാരണം എനിക്ക് തെറിവിളി കേട്ടിട്ടുണ്ട്. അയ്യോ, എനിമി ചാറ്റിലിടും എന്തൊരു സൈഫറാണെന്ന്. ആ ഒരു രീതി കളി അങ്ങനെ നമ്മൾ എവിടെ ഇട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ തോക്ക് കൊണ്ടുള്ള സ്കില്ലൊന്നും ഇല്ല. ഞാൻ ഈ ക്യാരക്ടറിന്റെ സ്കില്ല് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതെ, ഞാൻ പിന്നെ പച്ചയായ മനുഷ്യനാണ്, എനിക്ക് തോക്ക് കൊണ്ടുള്ള സ്കില്ല് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റേ കഴിവ് എന്ന് വെച്ചാൽ ഞാനൊരു സൈറ്റിൽ പൊക്കി പറയല്ല, ഞാനൊരു സൈറ്റിൽ സൈഫറായിട്ട് നിന്ന് കഴിഞ്ഞിട്ട് അവിടെ കയറാൻ പാടാ. അതെ, തെറി വിളിച്ചിട്ട് പോയിട്ടുണ്ടാവും. അതെ, അത് ഭയങ്കരമായിരുന്നു. കാരണം സൈഫർ ഇവനൊരു മെയിൻ ക്യാരക്ടറാണ്. ഞങ്ങൾ ഒത്തിരി കളി അത് ചുമ്മാ എടുത്ത് കളിച്ചു തുടങ്ങിയതല്ലേ, ടെസ്റ്റ് അടിസ്ഥാനത്തിൽ കളിച്ചു തുടങ്ങിയത്. അങ്ങനെ കുറെ കളി ജയിച്ചിട്ടുണ്ട്. സൈഫർ കാരണം ഞങ്ങൾ കുറെ കളി ജയിച്ചിട്ടുണ്ട്, കുറെ കളി തോറ്റിട്ടുണ്ട്. പിന്നെ സെന്റിനലിന്റെ ഒരു പവർ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് പവറൊന്നും ഇല്ലെന്ന് വിചാരിക്കും, പക്ഷെ അവർക്ക് പവർ ഉണ്ട്. ഇപ്പം പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ കുറെ ക്യാരക്ടർ വന്ന് മാപ്പ് വന്നു. ഇപ്പം നമ്മൾ കളി നിർത്തിയിട്ട് ഇപ്പം കുറെ നാളായി, 1 വർഷത്തോളമായി പിന്നെയും കളി നിർത്തിയിട്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിരക്ക് കാര്യങ്ങൾ, ജോലിയുടെ പ്രശ്നം, ലാപ്ടോപ്പ് അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ ജോലിക്കിടെ എങ്ങനെയാലും കളിച്ചു. അതെ,
അത് നമ്മൾ കളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് 6 മണിയാകുമ്പോൾ ഇറങ്ങും, ഇവനെ വിളിക്കും, 6:20 ആകുമ്പോൾ ഞാൻ റൂമിൽ വരും, അപ്പം ഞാൻ ലാപ്പ് സ്റ്റാർട്ട് ചെയ്യും, കളി തുടങ്ങും. എന്നിട്ട് ഒരു 8:30 ആകുമ്പോൾ ഞങ്ങൾ പോയി കഴിക്കും, പിന്നെ 10:30 ആകുമ്പോൾ പിന്നെ 10:30 ആകുമ്പോൾ തുടങ്ങുമായിരുന്നു. അങ്ങനെ ആയിരുന്നു. അതൊരു 12, 12:30 വരെ, 1 മണി വരെ കളി. അങ്ങനെ കണ്ടിന്യൂസ് കുറേ നാൾ കളിച്ചു. ഭയങ്കര രസമായിരുന്നു അല്ലേ? അയ്യോ അത് അടിപൊളിയായിരുന്നു. സംസാരം എനിക്ക് ആ സമയത്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഈ 7 മണിയാകുമ്പോൾ കാത്തിരിക്കും. കാരണം അത്രയും നേരം എന്തെങ്കിലും ഉറങ്ങുമോ, സിനിമ കാണുമോ, അങ്ങനെ ഈ പരിപാടിയായിരുന്നു. സമയത്ത് നമ്മൾ മറ്റേ ആ ഒരു എന്താ പറയണ്ടേ, ബ്ലഡ് റൈസ് ആവുന്നത്, മറ്റേ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, തെറിവിളി, നമ്മളായിരുന്നു തെറിവിളി ചുന്നല്ലേ. അത് ഭയങ്കര മൂമെന്റ് ആയിരുന്നു കേട്ടോ. ഒരു ആ സമയം എന്താ പറയണ്ടേ, ഇപ്പം ഒരു ഞങ്ങള് എന്നെ ഇവനെ അപേക്ഷിച്ച് ഞങ്ങൾ നേരിട്ട് സംസാരിച്ചേക്കാട്ടിയും കൂടുതൽ ഞങ്ങൾ സംസാരിച്ചത് ഗെയിമിലൂടെ അല്ലെ. ഇപ്പൊ നമ്മൾ കാണുന്ന എനിക്ക് തോന്നുന്നു 1 വർഷത്തോളം ഒരു കഴിഞ്ഞിട്ടല്ലേ. വർഷത്തോളം കഴിഞ്ഞ് നമ്മൾ കാണുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഗെയിമിലൂടെ, ഫോണിൽ കൂടെ പോലും അല്ല, നമ്മൾ ഗെയിമിലൂടെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര കംഫർട്ടാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. കോർഡിനേഷൻ ആയാലും നമുക്ക് എന്തിനായാലും ഭയങ്കര കംഫർട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതൊരു മൂമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് Valorant എന്ന് പറയുന്നത്. ഇപ്പം പിന്നെയും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഗെയിമിന്റെ കാര്യം, കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു കാര്യം പറഞ്ഞോണ്ട് പറയാ, കില്ലർ എന്ന് പറഞ്ഞ നിതിൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇതേവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ബോട്ട് ഭയങ്കരമാണ്, ഇന്നേവരെ നേരിട്ട് കണ്ടിട്ടില്ല. അത്ര വർഷമായില്ലേ? 2019 ആ ടൈമിലായിരുന്നു. 19 20 5 വർഷമായി ഒരാളെ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര കമ്പനിയാ, എപ്പം വിളിയും കാര്യങ്ങളും മെസ്സേജ് വന്നു, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനും അതുപോലെ തന്നെ വീഗ്രേഡിന്റെ കാര്യം പറഞ്ഞു, ഞാനും വീഗ്രേഡും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എപ്പം കണ്ടാലും ഫോണിൽ കൂടെ വിളിച്ചാലും ആ ഒരു ബോണ്ടുണ്ട്. അത് ഗെയിം കളിച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇതാണ് ആ സമയത്ത്. ചില സമയത്ത് നമ്മുടെ ഈ മുമ്പിലുള്ളവരെ കാട്ടി നമുക്കൊരു കംഫർട്ട് തോന്നുന്നത് എന്തും പറയാം. അതാണ് നമുക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സൗഹൃദം കാണുമല്ലേ നമ്മുടെ കാര്യം. നമ്മളിപ്പം നമ്മളെ തന്നെ പിന്നെ നിങ്ങൾക്ക് കാണുമായിരിക്കും, കാരണം ഇങ്ങനെയുള്ള ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടുമുട്ടിയ ഫ്രണ്ട്സ്, അങ്ങനെ പബ്ജി ഒക്കെ കളിച്ച് കല്യാണം കഴിച്ചവരെ ഉണ്ടല്ലോ. അതെ അതെ, ഗെയിമിലൂടെ കണ്ടുമുട്ടിയ ഒത്തിരി ഫ്രണ്ട്സ് നിങ്ങൾക്കും കാണും. ഇപ്പം നമുക്ക് ചിലപ്പം എവിടാന്ന് പോലും അറിയത്തില്ലായിരിക്കും. ഇപ്പം ചിലപ്പം ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, അയ്യോ അന്ന് അങ്ങനെ ഒരു ആളുമായിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എവിടാണ് അവള്, എവിടാ ഒരു പിടുത്തവും ഇല്ല. അതെ അതെ, വയനാടല്ലായിരുന്നു പുള്ളിയുടെ വീട്. വയനാട്. ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രണ്ടാ, പക്ഷെ എവിടാന്നറിയില്ല. ഇപ്പം വലിയ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി അതുപോലെ തന്നെയായിരുന്നു, രസമായിരുന്നു. നമ്മൾ ഒരു കോർഡിനേഷനോടെ നിന്ന് കളിക്കുകയും ഭയങ്കര രസമായിരുന്നു. പുള്ളി ഉള്ളപ്പോഴല്ലേ നമ്മൾ റൂം കളിക്കാൻ തുടങ്ങി. റൂം കളിക്കാൻ 2 റൂം എന്താ നമ്മൾ ചിക്കൻ അടിച്ചിട്ടുണ്ടല്ലേ. 2 റൂം. ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും. അത് റൂം കളിക്കേണ്ട രീതിയിൽ തന്നെ കളിച്ചത് രസമായിരുന്നു. നമ്മൾ ഒരു വട്ടം ജയിച്ചത് സാനോക്കിലും, ഒരു വട്ടം ജയിച്ചത് കൊച്ചിങ്കിലും ഒന്നാണ്ടായിരുന്നു. 1 വട്ടം ജയിച്ചത്, 2 വട്ടം ജയിച്ചിട്ടുള്ളൂ. നമ്മളങ്ങനെ റൂം മാച്ചിലോട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഫണ്ണായിട്ട് കളിക്കുക, ആ ടൈം എക്സ്പീരിയൻസ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്, അതേ ഉള്ളായിരുന്നു പരിപാടി. അങ്ങനെ ആയിരുന്നു നമ്മുടെ ഗെയിമിങ് ലൈഫ്. അതെ തീർന്നിട്ടില്ല. അതെ അതെ, അല്ല കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, വീഡിയോയിൽ ഒതുക്കാൻ പറ്റൂല. അതെ അതെ, അതിപ്പോ ഒരാളുടെ കഥ തന്നെ 100 പോഡ്കാസ്റ്റിലുള്ളതുണ്ട്. അല്ല, അപ്പം ഓരോ ഗെയിം എടുത്താൽ, പബ്ജി എടുത്താൽ പബ്ജിക്കകത്ത് കുറെ പറയാനുണ്ട്, വാലറിന്റെ എടുത്താൽ വാലറിനകത്തും കുറെ പറയാനുണ്ട്, GTA ഉണ്ട്, GTA ഓൺലൈൻ ഉണ്ട്. അതിന്റെ കാര്യം നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ക്രാക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒറിജിനൽ വാങ്ങിച്ചിട്ടുണ്ട്. അതെ അതെ, ഒറിജിനൽ വാങ്ങിച്ചു കേട്ടോ. ഒറിജിനൽ വാങ്ങിച്ചു, ഓൺലൈൻ കളിച്ചു. അതെ, പക്ഷേ നമുക്കത് നമ്മുടെ സിസ്റ്റത്തിൽ അത് ഒരു വീണ്ടും സപ്പോർട്ട് ആവുന്നില്ല. സിസ്റ്റം പണി കിട്ടി. അതായത് നമ്മളെ അത്ര 2024 23 ഏകദേശം 11 വർഷം കഴിഞ്ഞ് നമ്മൾ മേടിക്കുന്നത് GTA ഇറങ്ങിയിട്ട്. അയ്യോ, അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മേടിച്ചു, ഇൻസ്റ്റാൾ ചെയ്തു. അത് ഞാൻ വെളുപ്പിന് 4 മണിക്ക് ഇൻസ്റ്റാൾ ആയിട്ട് അപ്പം ഞാൻ ഉണർന്നിരുന്ന് കളിച്ചു. അതിന്റെ പിറ്റേ ദിവസം നീ ഇൻസ്റ്റാൾ ആക്കി, നീ മേടിച്ചു. എനിക്ക് ഡൗട്ട് ആയിരുന്നു എന്റെ സിസ്റ്റത്തിൽ ഇത് വരുമോ, വർക്ക് ആവുമോ എന്നുള്ളത്. പക്ഷെ GTA എന്റെ സിസ്റ്റത്തിൽ ആദ്യമൊക്കെ സമയത്ത് നല്ലപോലെ ഇതാവുന്നുണ്ടായിരുന്നു, വർക്ക് ആവുന്നുണ്ടായിരുന്നു. പിന്നീട് ഇപ്പം പറ്റത്തില്ല, ഇപ്പം മറ്റേ ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ സമയം നൈസായിരുന്നു, നമ്മൾ മറ്റേ റോൾ പ്ലേ കളിക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞ് ഓൺലൈൻ ഏറ്റവും കൂടുതൽ. പക്ഷെ ഞാൻ വിചാരിച്ചൊരു റോൾ പ്ലേ അല്ല എനിക്ക് കിട്ടിയത്. ഇവനെന്ന് പറഞ്ഞാല് ഗ്യാങ്, കൊള്ളയടി, മറ്റേ ഉണ്ടല്ലോ റോൾ പ്ലേയിൽ കണ്ടിട്ടുള്ളൂ, യൂട്യൂബിൽ കാണുന്നത്. പക്ഷേ നമ്മൾ റിയൽ ആയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലായി നമുക്ക് പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം. ആദ്യം നമുക്ക് മറ്റേ ഒരു കുഞ്ഞു സ്കൂട്ടർ കിട്ടിയത്, അത് മറ്റേ ഡിഫോൾട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് പോകണം. നമ്മൾ ഇവിടുന്ന് സാൻഡിന്ന്
അത് ലൈസൻസ് എങ്ങനെ എടുക്കണ്ടേ അത് വെച്ചിട്ട്? സാൻഡിന്ന് സിറ്റി വരെ വരണമെങ്കിൽ തന്നെ 10 മിനിറ്റ് എടുക്കും. അത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വർക്ക് ചെയ്ത് ഗ്രാൻഡ് ആർപി ആദ്യം കളിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ ഒരു അറബി സെർവറിൽ കയറി. അത് കയറി എന്റെ ഡിസ്കോഡ് ഹാക്കായി. അറബി സെർവർ? എന്റെ ഡിസ്കോഡ് ഹാക്കായി. അത് ഈ അറബി സെർവറിൽ കയറിയിട്ടാ. അറബി സെർവറിൽ കയറി ഡിസ്കോഡ് ഹാക്കായി. ഞാൻ പിന്നെ നോക്കിയതില്ല. ഇവൻ പറഞ്ഞു എപ്പിക്ക് എന്തോ ഡിസ്കോഡിലൊക്കെ അയക്കുന്നത് വേറെ അപ്പൊ പിന്നെ ഞാൻ ഡിസ്കോഡ് കളഞ്ഞിട്ട് പിന്നെ പുതിയ ഡിസ്കോഡ് എടുത്തു. അങ്ങനെ ജിടിയുടെ ഒത്തിരി കഥകളുണ്ട് കേട്ടോ. ജിടിഎ, പബ്ജി, വാലറന്റ്, ഇങ്ങനെ ഇതായത് മൂന്നായിരുന്നു നമ്മുടെ മെയിൻ സബ്. മൂന്നിനും ഒത്തിരി കഥകൾ പറയാനുണ്ട്. അതെ ഒരു പോഡ്കാസ്റ്റിന് പോരെ. അതെ. പിന്നെന്താണ് മെയിൻ കാര്യം ഇത്രയൊക്കെയാണ്. നമുക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഈ പോഡ്കാസ്റ്റിൽ ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതൊരു ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ പോരായ്മകൾ മറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ. നമ്മള് ഇത് പ്ലാനിങ് ഉണ്ടോന്ന് വെച്ചാൽ കുറെ നാളത്തെ പ്ലാനിങ് ഉണ്ട്. പക്ഷെ നമ്മള് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ആക്കിയത്. ഇപ്പൊ ഇന്നാണ് സമയം കിട്ടിയത്. പോരായ്മകളുണ്ട് ഇപ്പോഴും. അതെ. ഇത് കാണുന്നത് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് കാണുന്നത് നിങ്ങൾക്കായിരിക്കും പറയാം എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നെല്ലാം നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ കമന്റും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതുപോലത്തെ വീഡിയോ ഇടാൻ പറ്റട്ടെ. അതെ പറ്റും. അപ്പം പക്ഷെ ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോ മേ ബി വേറൊരു രീതിയിലേക്ക് പോകും. അതെ അല്ലേ? എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ആയിട്ടായിരിക്കും അങ്ങനെ. നമ്മൾ വേറെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ, അത് ഫസ്റ്റ് ആയിട്ടായിരിക്കും വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അത് ഉടനെ വരത്തില്ല, പക്ഷെ സമയമെടുക്കും. ഇതെങ്ങനെ ചെയ്തോ അതുപോലെ കുറച്ച് സമയം എടുത്ത് വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.